പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ഒരു കരങ്ങൾ ഉയർത്തിയെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭൂമിയിരുളും തീപ്പൊയ്കയാകും, മൂലപദാർത്ഥങ്ങൾ വെന്തരിയും. ഈ ഭൂമിയിരുളും തീപ്പൊയ്കയാകും, മൂലപദാർത്ഥങ്ങൾ വെന്തരിയും. കുന്നുകളും തിരമാമലയും താനേ തകർന്നു വീഴും. കുന്നുകളും തിരമാമലയും താനേ തകർന്നു വീഴും. സത്യത്തിൻ നിഴലും പൊരുളും നീ മാത്രമെന്നേ സുനായക. സത്യത്തിൻ നിഴലും പൊരുളും നീ മാത്രമെന്നേ സുനായക. നാം കടലും തീയായി മാറും, രക്ഷകനാം യേശു വീണ്ടും വരവിൽ. നാം കടലും തീയായി മാറും, രക്ഷകനാം യേശു വീണ്ടും വരവിൽ. യുദ്ധങ്ങളും യുദ്ധകേൾവികളും കാതിൽ മുഴങ്ങിടും. യുദ്ധങ്ങളും യുദ്ധശ്രുതികളുമെല്ലാം കാതിൽ മുഴങ്ങിടുമേ. സത്യത്തിൻ നിഴലും പൊരുളും നീ മാത്രമെന്നേ സുനായക. സത്യത്തിൻ നിഴലും പൊരുളും നീ മാത്രമെന്നേ സുനായക. കാണു ലോകം നമ്മോട് നിൽക്കും, സ്വേച്ഛതയായി നടക്കുന്നവർ. നാം കാണു ലോകം നമ്മോട് നിൽക്കും, സ്വേച്ഛതയായി നടക്കുന്നവർ. ബോധരഹിതരായി തീർന്നിടുമേ, പാപം പെരുകി നശിച്ചിടുമേ. ബോധരഹിതരായി തീർന്നിടുമേ, പാപം പെരുകി നശിച്ചിടുമേ. നിഴലും പൊരുളും നീ മാത്രമേ സുനായക. സത്യത്തിൻ നിഴലും പൊരുളും നീ മാത്രമേ സുനായക. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ ഒന്നുകൂടി കരങ്ങൾ ഉയർത്തി ദൈവത്തോട് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ 230ാമത് കുരിശ് യുദ്ധത്തിന്റെ ക്രൂസൈഡിന്റെ മഹായോഗത്തിന്റെ രണ്ടാമത്തെ രാത്രികാലം ദൈവവചന പഠന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവചനത്തിൽ നിന്നും പ്രൈസ് ദി ലോർഡ് 24-ാം സങ്കീർത്തനം അതിന്റെ
ഒന്നാമത്തെ വാക്യം ഒന്ന് വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എൻ്റെ സ്നേഹിതൻ ബാബാസ് ഇപ്പോൾ ആ തിരുവചനം വായിക്കുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ഭൂമിയും ഒന്ന് പറഞ്ഞാട്ടെ, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരൊന്ന് കരങ്ങളെ ഉയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ഇവിടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വായിച്ച തിരുവചനത്തെ കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മഹായോഗത്തിന്റെ രണ്ടാമത്തെ രാത്രികാലം കർത്താവിന്റെ വചനവുമായി അവിടുത്തെ തിരുപാദപീഠങ്ങൾ അവിടുത്തെ അഭിഷിക്തൻ ക്രൂശോടും മറഞ്ഞ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ദൈവാത്മാവ് ഇന്ന് രാത്രികാലം ഞങ്ങളോട് സംസാരിക്കണം. കർത്താവ് ഞങ്ങളോട് ഇടപെടണം. ദൈവിക ശബ്ദമൊന്ന് കേൾപ്പിക്കണം. കർത്താവേ, നിന്റെ ജനത്തിന് ഒരു അത്ഭുതത്തിന്റെ വചനങ്ങളായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ മേൽവിചാരണയിലും നിയന്ത്രണത്തിലും നിറവിലും സ്വർഗം അടിയനെ നിർത്തുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാതന കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് വീണ്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഇസക് പാസ്റ്റർ താൻ ശുശ്രൂഷിച്ചായിരിക്കുന്ന പല സഭകളിൽ ഞങ്ങൾക്ക് കടന്നുപോയി ഈ ക്രൂസൈഡ് നടത്തുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. തൻ്റെ കൂടാരത്തിന്റെ പ്രാകാരത്തിൽ ഞങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് പല സന്ദർഭങ്ങളിൽ അവിടെ ക്രൂസൈഡ് നടത്തുവാൻ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ പല സഭകളിൽ ഇരുന്നപ്പോഴൊക്കെ കടന്നുപോയി ഞങ്ങളെ വിളിക്കുകയും കർത്താവിന്റെ സാക്ഷിയാകുവാനെല്ലാം ദൈവം ഞങ്ങളെ ഇടയാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടതായിരിക്കുന്നതായ അധ്യക്ഷ പദവിയിലേക്ക് ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ കർത്താവിന്റെ വിലദാസൻ ഞാൻ ശുശ്രൂഷിക്കുന്നതായിരിക്കുന്ന ഈ ദിവസമായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ യോഗത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ച ആശീർവാദം പറയുവാൻ കർത്താവിൽ അനുഗ്രഹീതനും ബഹുമാനീയനും ആദരമായിരിക്കുന്നതായ പ്രൈസ് ദി ലോർഡ് എം.ഇ. ചാക്കോ പാസ്റ്ററുകളെ ക്ഷണിപ്പാൻ ദൈവം ഇടയാക്കി. തന്നെ കടന്നുപോയി ഞാൻ ക്ഷണിക്കുന്നതായിരിക്കുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ് തൻ വാ വിട്ട് കരയുന്നതായിരിക്കുന്ന അനുഭവങ്ങൾ കാണുവാനിടയായി. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും 1984, 85, 86 ഈ വർഷങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ചർച്ചകോട് റീജിയന്റെ ബൈസ് സ്കൂള് ആരംഭിക്കുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ് ബൈസ് സ്കൂളിൽ ഞങ്ങൾക്കൊന്നിച്ചു പഠിപ്പാൻ ദൈവം അവിടെ ഇടയാക്കി. അതിന്റെ ശേഷമായിട്ട് ദീർഘവർഷം കർത്തൃവേലയിലായിരിക്കാൻ ദൈവം ഇടയാക്കി. ഞങ്ങൾ അന്യനും ഞങ്ങളുടെ ശുശ്രൂഷകൾ ആ നിമിഷങ്ങൾ പങ്കുവെച്ചപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ ആ ബൈസ്കൂളിലെ പഠനങ്ങൾ പറഞ്ഞതായിരിക്കുന്ന സമയങ്ങളിൽ അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യൻ ഞാനായിരുന്നു, കുട്ടി. എനിക്ക് വലിയ വിശപ്പായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവരൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ആ ഭക്ഷണം എടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ഓടി ഒരു റബ്ബർ തോട്ടത്തിനകത്ത് കപ്പത്തോട്ടത്തിനകത്ത് പാത്തിരുന്ന് എന്ത് ചെയ്യും, കഴിക്കും. പ്രൈസ് ദി ലോർഡ്. അന്ന് എന്ത് ചെയ്യാണ്, വെറും കഞ്ഞിയും അടുത്ത് നിൽക്കുന്നതായിരിക്കുന്നതായ കാന്താരിയിൽ നിന്ന് ഞങ്ങൾ കാന്താരി പറിച്ച് ഒരച്ച് സ്തോത്രം. അതെല്ലാം ഞങ്ങൾ ഓർത്തു. അന്യനും തൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്കും കരച്ചിലായിപ്പോയി. സ്തോത്രം. എന്നാൽ ശുശ്രൂഷയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര പേരെ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ മരണപുരത്താനത്തിൽ ഏകീഭവിപ്പാൻ സ്നാനപ്പെടുത്തുവാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. ഇത്ര പേരെ അടക്കുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ ഞാൻ പറഞ്ഞു, ഇത്ര ഒരാളുടെ ഭാഗം മാത്രമേ ഉള്ളൂ എനിക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തൊന്നും ഞാൻ വന്നിട്ടില്ല.
വിവാഹം തന്നെ ചോദിച്ചപ്പോൾ 100ന്റെ മുകളിൽ വിവാഹ ശുശ്രൂഷകൾ നടത്തുവാൻ എല്ലാം ദൈവം ഇടയാക്കി. ഞങ്ങളുടെ അധ്യാപകർ പലരും പ്രൈസലോ കർത്തൃസന്നിൽ ശുശ്രൂഷ തികച്ച് ചേർക്കപ്പെട്ടു. പ്രൈസലോ ഞങ്ങളെ പഠിപ്പിച്ചതായിരിക്കുന്നതായ അധ്യാപകന്മാർ ഞങ്ങൾ എടുത്തു നോക്കിയപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ ഇന്ന് ഈ ഭൂമുഖത്ത്. ഞങ്ങളുടെ കൂടെ പഠിച്ചതായിരിക്കുന്നതായ പല കൂട്ടു സ്നേഹിതന്മാർ അവർ പലരും കർത്തൃസന്നിൽ ചേർക്കപ്പെട്ടു. സർവശക്തനായ ദൈവം ഇന്ന് ഞങ്ങളെ ശുശ്രൂഷകളിൽ നിർത്തിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രൈസലോ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ നിന്ന് കടന്നു വരും. അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്നതായിരിക്കുന്ന GMI വോയിസ് പ്രിയ സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രൈസലോ കഴിഞ്ഞ വർഷം വരെ ഒരു വോയിസ് ഡയറക്ടർ ആയിരുന്നു. ഇപ്രാവശ്യം മുതൽ 2 ഡയറക്ടേഴ്സിനെ എടുപ്പാൻ ദൈവം ഇടയാക്കി. അവരുടെ ചുമതലകളിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രൈസലോ ഈ യോഗത്തിൽ പ്രൈസലോ ഈ ഗ്രൗണ്ടിൽ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഈ ഗ്രൗണ്ട് ഒന്ന് യോഗത്തിന് കിട്ടേണ്ടതിന് വേണ്ടി പ്രൈസലോ കുറഞ്ഞതൊരു 50-ൽ പരം പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ഗ്രൗണ്ടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് വണ്ടി പോകുമ്പോൾ ഗ്രൗണ്ട് കാണുമ്പോൾ പ്രൈസലോ ഒരു കൈ വലത് കൈ ഉയർത്തി, കർത്താവേ ഇവിടെ ഒരു യോഗം നടക്കണം, ഇവിടെ ഒരു ക്രൂസേഡ് നടത്തണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെയും പ്രൈസലോ ഈ ഗ്രൗണ്ടിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പ്രൈസലോ ഇപ്രാവശ്യത്തെ യോഗ ഇവിടെ വെച്ച് നടത്തേണ്ടതിന് വേണ്ടി പ്രൈസലോ ഇവിടെ അടുത്ത പ്രിയപ്പെട്ടതായിരിക്കുന്നതായ സോമിച്ചായന്റെ അടുത്ത ഞാൻ കടന്നു നിന്ന് ഈ പറമ്പൊന്ന് മേടിച്ചു തരുവാണെങ്കിൽ ഇവിടെ ഒരു യോഗം നടത്താമെന്ന് പറഞ്ഞു. സ്തോത്രം. സോമിച്ചാൻ എന്ത് ചെയ്യാണ്? പ്രൈസലോ ഞാൻ കണ്ടിട്ടില്ല, ഈ പറമ്പിന്റെ ഉടമ ആരാണെന്ന് എനിക്കറിയത്തില്ല. പ്രൈസലോ പറഞ്ഞു എൻ്റെ സ്നേഹിതൻ പ്രൈസലോ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു നിവാസൻ പ്രൈസലോ ഒരു യോഗം ഇവിടെ നടത്തണോ, ഇന്ന ഡേറ്റിലെ യോഗം നടത്തുകയാണെന്ന് പറഞ്ഞു. പ്രൈസലോ അങ്ങനെ ഈ ഗ്രൗണ്ട് സർവശക്തനായ ദൈവം ഒരുക്കിതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. 2000 മുതൽ പ്രൈസലോ ഈ മാങ്ങാനത്തിന്റെ ഏറുകളിൽ പ്രൈസലോ എല്ലാ ഏപ്രിൽ മാസവും സുവിശേഷ യോഗം നടത്തുവാൻ ദൈവം ഇടയാക്കിയിട്ട് അതിൻ്റെയൊക്കെ പിന്നിലൊരു കാര്യമുണ്ട്. 200ാമത് യോഗം 20 ദിവസം 20 പാട്ടുകാരും 20 പേര് 20 വിഷയം പ്രസംഗിച്ചതായിരിക്കുന്ന സമയത്ത് അതൊക്കെ ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്. പ്രൈസലോ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നില്ല. ഇന്ന് ദൈവമക്കളായിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കടന്നു വന്നതുകൊണ്ടാണ് ഈ യോഗം പ്രൈസലോ ഇന്നും നടത്തുവാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത ദൂരത്തും ചാരത്തും വിശേഷാൽ ഭവനങ്ങളിലായിരുന്നു കൊണ്ടിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവർക്കും പ്രത്യേക എന്റെ വന്ദനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്ര വലിയൊരു യാഗപീഠം പണിത് അതിനകത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാനാ ദൈവനെ ശുശ്രൂഷിക്കുക, തീയിറക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. പ്രൈസലോ ഏലിയാവിനെ പോലെ നിങ്ങൾ അതുകൊണ്ട് ദൈവത്തിന്റെ പാദപീഠങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ അർപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി വായിച്ചതായ തിരുവചനം നമുക്കൊന്നുകൂടി വായിക്കാം. പ്രൈസലോ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വായിച്ചാട്ട് പാപ്പാസ്. അതിന്റെ പൂർണ്ണതയും ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. നമ്മളിപ്പോൾ പാർക്കുന്നതായിരിക്കുന്ന ഭൂമി ശാപഗ്രഹസ്ഥമായിരിക്കുന്ന ഭൂമിയാ. നമ്മുടെ വീണ്ടെടുപ്പ് ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമാ നടന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ഭൂമിയുടെയും വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ഈ ഭൂമി എന്തിയാണ്? ശാപഗ്രഹസ്ഥമായിരിക്കുന്നതായ ഭൂമിയാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ അതിന്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തനക്കാരൻ പറയാണ്, ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂതലവും അതിൽ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മുഴുവനും പ്രസംഗിച്ചാൽ ഈ വിഷയം തീരത്തില്ല. എങ്കിലും ഏകദേശം 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. അപ്പോൾ യഹോവയായ ദൈവം പാപ്പിനെ സൃഷ്ടിച്ചതായിരിക്കുന്ന ഭൂമി ഒരു പൂർണ്ണതയുള്ളതായിരിക്കുന്നതായ ഭൂമിയാണ്. ആ ഭൂമിയിലെ നിവാസികളും
പൂർണ്ണതയുള്ളവരായിരുന്നു എന്ന് ദൈവത്തിന്റെ തിരുവചനത്തിലൂടെ കാണുവാനിടയാകുന്നു. ആ ഭൂമിയിലേക്ക് ഈ ഭൂമി അതും അതിന്റെ നിവാസികളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ ഇടയാകുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ദൈവം പൂർണ്ണതയോടെ സൃഷ്ടിച്ചതായിരിക്കുന്നതായ ഭൂമിയെ കുറിച്ച് നമുക്ക് കാണുവാനിടയാകുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്ക് അസ്ഥിയുണ്ട്, മജ്ജയുണ്ട്, മാംസമുണ്ട്, രക്തമുണ്ട്. എന്നാൽ ഇവിടെ ഇരിക്കുന്നതായ വിശുദ്ധന്മാര് പുതിയ ആകാശവും പുതിയ ഭൂമിയിലും കടന്നു വന്നു കഴിയുമ്പോൾ അവർക്ക് എന്തില്ല? അസ്ഥിയും മജ്ജയും മാംസവും രക്തവുമില്ല. പിന്നെ എങ്ങനെയാണ് അവരവിടെ ആയിരിക്കുന്നത്? ദൈവ തേജസ്സിനാൽ ഉയർത്തെഴുന്നേറ്റപ്പെടുന്നതായിരിക്കുന്ന ഒരു ദൈവജനമായിരിക്കുന്ന ഒരു കൂട്ടത്തെ അവിടെ കാണുവാനിടയാകുന്നത്. ഒരു തേജസ്സിന്റെ ശരീരവുമായി തേജസ്കരിക്കപ്പെട്ടതായിരിക്കുന്നതായ അഥവാ ദൈവിക ദൂതന്മാർക്ക്, ഹല്ലേലൂയ, മാലാഖമാർക്ക് തുല്യമായിരിക്കുന്നതായ വിശുദ്ധന്മാരാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നത് എനിക്ക് വളരെ ഹല്ലേലൂയ നിശ്ചയമുണ്ട്. പുതിയ ആകാശവും പുതിയ ഭൂമിയിലും അതാണ് ഭൂമിയുടെ പൂർണ്ണത. ഹല്ലേലൂയ. ഇത് ഞാൻ ഭാഗത്തേക്കൊന്ന് കടന്നു വരുവാൻ കർത്താവിൽ ശ്രമപ്പെടുകയാണ്. ഹല്ലേലൂയ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. അപ്പോൾ പുരാതനകാല ഭൂമി അഥവാ പൂർണ്ണതയുള്ളതായിരിക്കുന്നതായ പുരാതനകാല ഭൂമിയാണ് സർവശക്തനായ ദൈവം പാർപ്പിനായി സൃഷ്ടിച്ചത്. ആ ഭൂമിയിൽ ആരാണ് പാർത്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. വീണ്ടും ആ ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ആ പാഴും ശൂന്യമായി തീർന്നായിരിക്കുന്നതായ ഭൂമിയും അതിന്റെ നിവാസികളെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. വീണ്ടും കാണുവാനിടയാകുന്നത് ആദിമഭൂമി. ആദിമഭൂമിയിൽ ആരാണ് അതിന്റെ നിവാസികളായിരുന്നതെന്ന് വിശുദ്ധ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാനിടയാകുന്നു. വീണ്ടും കാണുവാനിടയാകുന്നത് ലോകൈക ഭൂമി. ആ ഭൂമിയിൽ അത് നിവാസികളെ കുറിച്ച് നമ്മൾ പഠിക്കണം. വീണ്ടും കാണുവാനിടയാകുന്നത് ഈ ഭൂമി കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. തുലൂക്കോസിന്റെ സുവിശേഷങ്ങൾ വായിക്കുന്നു. അവൻ ഈ ഭൂമിയെ തീയിടുവാനാണ് ഇനി കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുവാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്? കത്തി എരിഞ്ഞ് ചാമ്പലായി കാട്ടത്തെ പതിർ പോലെ പറന്നു പോകുന്നതായിരിക്കുന്ന ഒരു ഭൂമിയും അതിൽ നിവാസികളെ കുറിച്ച് നമുക്ക് പഠിക്കണം. വീണ്ടും കാണുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും അതിൽ നിവാസികളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാണ്? 230 യോഗമല്ല, അതിനപ്പുറം നടത്തിപ്പോകും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാ പാസ ഇതൊരു സുവിശേഷ യോഗമല്ലേ? ഭൂമിയും അതിന്റെ നിവാസികളെ കുറിച്ചാണോ അതിന്റെ പൂർണ്ണതയെ കുറിച്ചാണോ സുവിശേഷം പ്രസംഗിക്കാൻ മേലെ? പുരാതന കാല ഭൂമിയിൽ സുവിശേഷമില്ലായിരുന്നു. പാഴ് ശൂന്യമായിരിക്കുന്ന ഭൂമിയിൽ സുവിശേഷമില്ലായിരുന്നു. ആദാമിയ ഭൂമിയിൽ സുവിശേഷമില്ലായിരുന്നു. വിശുദ്ധ തിരുവചനം പഠിക്കുമ്പോൾ ലോകൈക ഭൂമിയിൽ സുവിശേഷമില്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ നമ്മൾ വായിക്കുമ്പോൾ കാണുവാനിടയാകുന്നത് 9-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. ലോകൈക ഭൂമിയിൽ സുവിശേഷമില്ലായിരുന്നു. ഒന്ന് വായിച്ചാട്ടെ. ജലപ്രളയത്തിന് ശേഷം നോഹ 350 സംവത്സരം ജീവിച്ചിരുന്നു. നോഹയുടെ ആയുഷ്കാലമായ 950 സംവത്സരമായിരുന്നു. ആമേൻ. ലോകയുടെ ആയുഷ്കാലം എത്രയായിരുന്നു? 950 വർഷമായിരുന്നു. ഇന്ന് ഈ ഭൂമിയിലാണ് സുവിശേഷത്തിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ലോകം മരിച്ചു കഴിഞ്ഞു. 950 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചതായിരിക്കുന്നതായ ലോക മരിച്ചു കഴിഞ്ഞപ്പോൾ ലോകയുടെ മക്കളാണ് ഈ ഭൂമിയിൽ പടർന്നു പന്തലിച്ച ഹല്ലേലൂയ ഇന്ന് 5 വൻകരകളിലും പാർക്കുന്നത്. ആരോ?
അവരുടെ തലമുറയാണ് നമ്മൾ. ഹല്ലേലൂയ. ഈ ഭൂമുഖത്താണ്, ഈ ഭൂതലത്തിലാണ് ഹല്ലേലൂയ സുവിശേഷത്തിന്റെ ആവശ്യകത. അതിനെ പുറകോട്ടുള്ള ചരിത്രം പഠിച്ചാൽ സുവിശേഷം കാണുവാനില്ല. ഈ ഭൂമിയിലാണ്, ഈ ഭൂതലത്തിലാണ് സുവിശേഷത്തിന്റെ ആവശ്യകതയെന്ന് നമുക്ക് ഒരു ദൈവവചന പഠിതാവിനെ മനസ്സിലാക്കുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലാണ് കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ അന്ത്യ കൽപ്പന കൊടുക്കുവാനിടയായി, അന്ത്യ വാണിംഗ് കൊടുക്കാനിടയായി. എന്താണ്? നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുന്നവരെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. സുവിശേഷം പ്രസംഗിക്കാതെ ഒരു സുവിശേഷകൻ ഉണ്ടാകത്തില്ല. സുവിശേഷം പ്രസംഗിക്കാതെ ഒരു പാസ്റ്റർ ഉണ്ടാകത്തില്ല. സുവിശേഷം യോഗം നടക്കാതെ, സുവിശേഷം പ്രസംഗിക്കാതെ ഒരു പ്രവാചകൻ ഉണ്ടാകത്തില്ല. സുവിശേഷം പ്രസംഗിക്കാതെ ഒരു ഉപദേഷ്ടാവ് ഉണ്ടാകത്തില്ല. ഒരു സുവിശേഷം പ്രസംഗിക്കാതെ ഒരു ഇടയൻ ഉണ്ടാകത്തില്ല. സുവിശേഷം പ്രസംഗിക്കാതെ ഒരു വിശ്വാസി ഉണ്ടാകത്തില്ല. സുവിശേഷം പ്രസംഗിക്കാതെ ഒരു സഭ ഉണ്ടാകത്തില്ല. ആമേൻ. അപ്പോൾ ഈ ഭൂമിയുടെ ഭൂതലത്തിൽ സുവിശേഷത്തിന് അതിപ്രധാനമായിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് സുവിശേഷമല്ലാതെ മറ്റൊന്നും പ്രൈസ് ദി ലോർഡ് ഈ ഭൂമിയിൽ ആവശ്യകതയായി വരുന്നില്ല. കാരണമെന്ന് ചോദിച്ചാൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഒരുവൻ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യാണ്? ഒരു വീണ്ടും ജനനം നടക്കും. വീണ്ടും അവനൊരു മാനസാന്തരം നടക്കും. മാനസാന്തരം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ അവനൊരു വീണ്ടും ജനനം ഉണ്ടാകുവാനിടയാകും. വീണ്ടും ജനിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിൽ ഏകീഭവിക്കുന്നതായ സ്നാനപ്പെടുവാനിടയാകും. സ്നാനപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? ഹല്ലേലൂയ. ദൈവത്തെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനിടയാകും. പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് ഹല്ലേലൂയ പ്രാർത്ഥന കഴിച്ച് അവനൊരു വലിയ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിൽ ജീവിക്കുന്നവരാ നമ്മളെല്ലാം. നിങ്ങൾക്ക് പലർക്കും ഇല്ലെങ്കിൽ എനിക്ക് ആ പ്രത്യാശയിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്താണ് നമ്മുടെ പ്രത്യാശ? എന്താണ് നമ്മുടെ പ്രത്യാശ? ഹല്ലേലൂയ. എന്റെ വീണ്ടെടുപ്പുകാരൻ ആകാശമേഘങ്ങളിൽ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്നെന്തിയാണ്? എന്റെ മൺമയമായ ശരീരോ വിൺമയം പ്രാപിച്ച് ഞാൻ അവനോടുകൂടെ നിത്യതയിലായിരിക്കും. ഇനി അവൻ കടന്നു വന്നില്ല എങ്കിൽ ഹല്ലേലൂയ വിശ്വാസത്തിൽ അടിസ്ഥാന ഉപദേശത്തിൽ നിലനിന്നുകൊണ്ട് ഞാൻ പ്രത്യാശയോടെ ജീവിക്കാം. ഹല്ലേലൂയ. ഈ പുറകിൽ കാണാതിരിക്കുന്നതായ തിളമ്പറ കുന്നി സെമിത്തേരിയിൽ അയ്യോ പ്രൈസ് ദി ലോർഡ് മനുഷ്യ നീ പോയി കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണിന് മണ്ണും പൂഴിക്ക് പൂഴിയുമായി ഹല്ലേലൂയ എന്നെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഒരു വാക്ക് പറയുക. ഹല്ലേലൂയ. അക്കരെ നാട്ടിൽ ബെയൂല ദേശത്ത് ഹല്ലേലൂയ നിത്യതയിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അടക്കുന്ന ഉപദേശം അടങ്ങിപ്പോരും. പ്രത്യാശ നഷ്ടപ്പെടുന്നില്ല. എന്താണ് നമ്മുടെ പ്രത്യാശ? നിത്യത. സ്വത്രം. ഹല്ലേലൂയ. നിത്യതയാണ് നമ്മുടെ പ്രത്യാശ. നിത്യത നഷ്ടപ്പെടാത്തവർ ഇങ്ങനെ പോകും. സ്വത്രം. ഈ പ്രത്യാശ, നിത്യയുടെ പ്രത്യാശന്റെ ഹൃദയത്തിൽ പ്രൈസ് ദി ലോർഡ് ഇന്നേക്ക് 1983 അങ്ങോട്ട് കയറിക്കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരു കോളാമ്പി മാത്രമേ ഉള്ളൂ. 40 യൂണിറ്റിന്റെ ഒരു കോളാമ്പി. ആ കോളാമ്പി എടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്? ഹല്ലേലൂയ അടുത്ത് കറണ്ട് മേടിച്ചുകൊണ്ട് ഞാൻ പ്രൈസുള്ള പരസ്യോഗത്തിന് പോകും. വലിയ തെങ്ങിന്റെ മുകളിൽ എന്ത് ചെയ്യാണ്? കടിച്ച് പിടിച്ചുകൊണ്ട് ആ കോളാമ്പിയുമായിട്ട് കടന്നു ചെന്ന് അവിടെ കെട്ടിയിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് എന്ത് ചെയ്യാണ്? ഹല്ലേലൂയ സുവിശേഷം പ്രസംഗിപ്പാൻ ആരംഭിച്ചതാണ്. ഇന്നലെ ഉദ്ഘാടനം പറയുമ്പോൾ പറഞ്ഞല്ലോ. ഹല്ലേലൂയ രണ്ടുപേർ എവിടെ നിൽക്കുന്നുകൊണ്ടോ അവിടെ കരങ്ങളെ അടിച്ച് സുവിശേഷം പ്രസംഗിപ്പാൻ തുടങ്ങിയതാണ്. പ്രൈസ് ദി ലോർഡ്. 3-4 വീട് കണ്ടാൽ അവിടെ നടുക്കൊരു സുവിശേഷ യോഗം ഞാൻ നടത്തുമായിരുന്നു. കാരണം എന്തോ ഒരു വലിയ പ്രത്യാശയുണ്ട്. എന്താണ് ആ പ്രത്യാശ? നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശയാണ്. ആമേൻ. അതുകൊണ്ട് നിത്യതയെ
കുറിച്ചുള്ളായിരിക്കുന്ന പ്രത്യാശ ആരുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡോക്ടർ ബില്ലി ഗ്രഹാമിന്റെ അടുത്ത് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് ബില്ലി ഗ്രഹാമിനോട് ചോദിച്ചല്ലയോ ദൈവപുരുഷനെ, ഈ നിത്യത എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് അതിന്റെ കാലദൈർഘ്യം എന്താണെന്ന് ചോദിച്ചു. പ്രൈസ്, ഒരു ദിവസമാണോ, 1000 ദിവസമാണോ, 1000 ആണ്ടാണോ, അതിന്റെ കാലദൈർഘ്യം എന്തെന്ന് ബില്ലി ഗ്രഹാമിനോട് ചോദിച്ചപ്പോൾ ബില്ലി ഗ്രഹാം ആ മനുഷ്യനോട് അതിന്റെ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ആകാശവിധാനത്തിൽ ഉയരങ്ങളിലൂടെ പറക്കുന്നതായിരിക്കുന്ന ഒരു വലിയ പക്ഷി, ആ പക്ഷി ഭൂമിയിൽ ഇറങ്ങി ഈ ഭൂമിയിൽ അതിനെ ചുണ്ടുരശി കൊത്തി അല്പം മണ്ണെടുത്തുകൊണ്ട് വീണ്ടും പറന്നുയർന്ന അടുത്തൊരു ഗ്രഹത്തിൽ കൊണ്ട് എന്ത് ചെയ്യണം അത് നിക്ഷേപിക്കുന്നു. വീണ്ടും ആ പക്ഷി ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് അതിന്റെ ചുണ്ടുരശി ചുണ്ടിപ്പെട്ടിരിക്കുന്ന മണ്ണുമായിട്ട് അത് ഉയരങ്ങളിലേക്ക് പറന്ന് കടന്നു ഗോളത്തിൽ വീണ്ടും ഇടുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പക്ഷി എത്ര നാൾ കൊണ്ട് ഹല്ലേലൂയ ഭൂമിയിലെ മണ്ണ് മുഴുവനും അടുത്ത ഗോളത്തിൽ കൊണ്ട് നിക്ഷേപിക്കുന്നുവോ, ഹല്ലേലൂയ, അന്ന് വരെയാണ് നിത്യത എന്ന് ബില്ലി ഗ്രഹാം പറഞ്ഞിട്ട് പറഞ്ഞു, അയ്യോ ഞാനത് പറഞ്ഞത് തെറ്റിപ്പോയി, നിത്യതയെ കുറിച്ച് എനിക്ക് പറയുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യതയെ കുറിച്ച് വിശുദ്ധ തിരുവചനം പഠിക്കുമ്പോൾ, നിത്യതയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടായവനായ ദൈവമല്ല, ആരാലും ഉണ്ടാക്കിയവനായ ദൈവമല്ല, ഉണ്ടായിരുന്നവനായ ദൈവം എന്നായിരുന്നോ അന്നു മുതലാണ് നിത്യതയുടെ ആരംഭം എന്ന് കാണുവാനിടയാകുന്നത്. അതാർക്കും പറയുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നിത്യതയെ ഞാനൊന്ന് ഈ തിരുവചനത്തുള്ള ബന്ധത്തിൽ 3ആയി തിരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവെന്ന ത്രിയേകനായ ദൈവത്തിൽ ഏകനായ ദൈവത്തിന് പിതൃത്വമുള്ളവനാണ്. സ്തോത്രം. അത് പിന്നാലെ നിങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പിതൃത്വമുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ചു ചേരുന്നതാണ് ഏകനായ ദൈവം. ആ ദൈവം എന്നാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്കാർക്കും അറിയത്തില്ല. അവനുണ്ടായിരുന്നവനായ ദൈവമാണ്. ആ ഉണ്ടായിരുന്നവനായ ദൈവത്തിന്റെ പ്രൈസ് ദി ലോർഡ് ആരംഭമെന്നോ അന്നു മുതൽ പുരാതിമ ഭൂമിയെ സൃഷ്ടിച്ച വർത്തമാനകാലം ആരംഭിക്കുന്നത് മുതൽ ആണ് പ്രൈസ് ദി ലോർഡ് ഭൂതകാല നിത്യതയുടെ കാലദൈർഘ്യം കാണുവാനിടയാകുന്നത്. ഒന്നുകൂടി പറയാ, ഹല്ലേലൂയ. ഉണ്ടായിരുന്നവനായ ദൈവം എന്നുണ്ടായിരുന്നുവോ അന്നു മുതൽ ഹല്ലേലൂയ യഹോവയായ ദൈവം പ്രൈസ് ദി ലോർഡ് ആ പൂർണ്ണതയോടെ സൃഷ്ടിച്ച ഭൂമിയല്ല, ആദിമ ഭൂമിയിൽ അല്ലല്ല സൃഷ്ടിച്ച വർത്തമാനകാലം ആരംഭിക്കുന്നതെന്നോ അന്നു വരെയാണ് ഭൂതകാല നിത്യതയുടെ പ്രൈസ് ദി ലോർഡ് അവസാനം. ദൈവം എന്നുണ്ടായിരുന്നുവോ അന്നു മുതൽ ഭൂതകാല നിത്യത തുടങ്ങി. അതിന്റെ അവസാനം പ്രൈസ് ദി ലോർഡ് വർത്തമാന കാലത്തിന്റെ ആരംഭം വരെ. വർത്തമാന കാലത്തിന്റെ പ്രൈസ് ദി ലോർഡ് ആരംഭം എന്നു മുതലോ, അഥവാ ഏകനായ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് ഹല്ലേലൂയ തോട്ടത്തിൽ മനുഷ്യ നിന്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആദാമിനെ നീട്ടി വിളിച്ചു. ആദാം എന്ന് വിളിച്ചപ്പോൾ അപ്പാ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ആദാം ദൈവത്തോട് സംസാരിച്ച്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നല്ല വർത്തമാനകാലം. നീ ദൈവത്തോട് സംസാരിക്കുന്നതാണ് നിന്റെ വർത്തമാനകാലം. നിന്റെ ഭൂതകാലത്തിൽ നീ ഇവിടെ ഇല്ലായിരുന്നു. പരിശ്രമം ഞാൻ കടപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആദാം എന്ത് ചെയ്യാണ്? ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഇനി ദൈവത്തോടുള്ള സംസാരം ഭൂമിയിലെ നിവാസികൾ എന്ന് അവസാനിപ്പിക്കുന്നുവോ അന്നെന്തിയാണ് വർത്തമാന കാലത്തിന്റെ അവസാനമാണ്. അതെപ്പോഴാണെന്ന് അറിയാവോ? പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആരോട് സംസാരിക്കുന്നു?
ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ദൈവത്തോട് സംസാരിക്കുന്നതായ പരിശുദ്ധാത്മാവൻ ദൈവം ഈ ഭൂമിയിൽ നിന്ന് കരേറിപ്പോകും. അപ്പോൾ വർത്തമാന കാലത്തിന്റെ എന്ത് വീഴും? തിരശ്ശീല വീഴും. അവിടെ തൊട്ടെന്തിയാണ്? ഭാവികാല ജീവിതം ആരംഭിക്കുകയാണ്. ആ ഭാവികാല ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാരാ ഇവിടെയല്ല, ഹല്ലേലൂയ, സർവശക്തനായ ദൈവത്തോടുകൂടെ സ്വർഗത്തിലായിരിക്കും. അവിടുന്ന് ഇറങ്ങി വന്ന ഭൂമിയിൽ പുതിയ ആകാശം പുതിയ ഭൂമിയിലും നിത്യത മുതൽ നിത്യത വരെ ഏറ്റെനിറ്റി തുടങ്ങിയാണ്. ഈ കാലഘട്ട പിരീഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ ഇടയാകുന്നത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എന്റെ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം കടന്നു വരുവാൻ കഴിയത്തില്ല. കൃത്യസമയത്ത് തന്നെ തീരുന്നവിടം കൊണ്ട് നിർത്തും. അപ്പോൾ ഈ നിത്യതയെ കുറിച്ച് ഭൂതകാല നിത്യതയിൽ ദൈവമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. എല്ലാം ഒന്ന് നല്ലോണം കരങ്ങൾ ഉയർത്തിയാട്ടെ. ഭൂതകാല നിത്യതയിൽ എന്ത് ചെയ്യാണ്? ദൈവമുണ്ടായിരുന്നു എന്നുള്ളവരാണ് കരങ്ങൾ ഉയർത്തിയത്. ഭൂതകാല നിത്യത ദൈവത്താൽ ഉണ്ടായതാ. അതാ പഠനം. വിശുദ്ധ തിരുവചനത്തിലെ പഠനം നിത്യതയിൽ ദൈവമുണ്ടായിരുന്നുള്ളതല്ല, ദൈവത്തിൽ നിത്യതയുണ്ടായെന്നാണ്. ഹല്ലേലൂയ. ഉണ്ടായിരുന്നവനായ ദൈവം ഭൂതകാല നിത്യതയെ കുറിച്ച് നമ്മൾ പഠിക്കുവാൻ കഴിയുന്നത് അഥവാ പുരാതന കാല ഭൂമി ആദിമ ഭൂമിയുടെ ഇടയ്ക്ക് വരലായിരിക്കുന്ന ഒരു പഠനം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ ഇടയാകുന്നത് ഇപ്രകാരമാണ്. ഒന്നാ, ഭൂതകാല നിത്യതയിൽ സർവശക്തനായ ദൈവം അഥവാ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ഏകനായ ദൈവം, പിതൃത്വമുള്ളവനായ ദൈവം ഭൂതകാല നിത്യതയിൽ ആദ്യം സൃഷ്ടിക്കുന്നത് ദൈവത്തിനൊരു സിംഹാസനമാണ്. ആ സിംഹാസനം എന്ത് ചെയ്യാണ്? നിത്യ സിയോൻ. അത് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ് ഇവിടെ. നിത്യ സിയോൻ. അവിടെ നമ്മുടെ കർത്താവ് നമ്മളെ കൊണ്ടെത്തിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. നിത്യ സിയോൻ. ആ നിത്യ സിയോനിലാണ് തേജസ്സിന്റെ സിംഹാസനം. സർവശക്തനായ ഏകനായ ദൈവം വെച്ച് ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് ദൈവത്തിന്റെ സൃഷ്ടി ആരംഭിക്കുന്നത്. ഭൂതകാല നിത്യതയുടെ സൃഷ്ടി മുഴുവനും ആരംഭിക്കുന്നത് വർത്തമാനകാല സൃഷ്ടിയുടെ വർത്തമാനകാല പാർപ്പിന്റെ ആരംഭിക്കുന്നത് ദൈവസ്ഥലിൽ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നത് ചോദിച്ചാൽ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ ഇടയാകുന്നത് ഭൂതകാല നിത്യതയിൽ സർവശക്തനായ ദൈവം താൻ എന്ത് ചെയ്യാണ്? ഒരു നിത്യ സിയോൻ ദൈവത്തിന്റെ സിംഹാസനം, അതിൽ ഇട്ട തേജസ്സിന്റെ സിംഹാസനം ഇട്ട സർവശക്തനായ ദൈവം അതിലെന്ത് ചെയ്യാണ്? ഇരുന്നു കൊണ്ടാണ് ദൈവം സൃഷ്ടി ആരംഭിക്കുന്നത്. ഭൂതകാല നിത്യതയിൽ ഉള്ളതായിരിക്കുന്നതായ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ ഇടയാകുന്നത് ഒന്ന്, സ്വർഗം, സ്വർഗാദി സ്വർഗം, പുരാതന സ്വർഗം. ഹല്ലേലൂയ. വീണ്ടും ഗോളങ്ങൾ, ഗോളാന്തര ഗോളങ്ങൾ. ഹല്ലേലൂയ. വീണ്ടും ആകാശമണ്ഡലം, നക്ഷത്രമണ്ഡലം. ഹല്ലേലൂയ. സൂര്യാകാശം, വിവിധ തലങ്ങളായിരിക്കുന്നതായ ആകാശ വലയങ്ങൾ. അവസാനമായി പുരാതനകാല ഭൂമി. സ്വത്രം. ഹല്ലേലൂയ. ഈ പുരാതന നമ്മൾ വായിക്കും, സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠവും. ഈ ഭൂമിയിലല്ല ദൈവത്തിന്റെ പാദം ഇരുന്നത്. ഈ ഭൂമി നമുക്ക് പോലും എന്ത് ചെയ്യാണ്? നടക്കാൻ പറ്റത്തില്ല. പ്രൈസളോ. ഹല്ലേലൂയ. ചുമ്മാതെ നടക്കാൻ പറ്റത്തില്ല. അതുപോലെ ശാപഗ്രസ്തമായി മാലിന്യം നിറഞ്ഞതായിരിക്കുന്ന ഭൂമിയല്ലേ ഇത്? ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവത്തിന് ഈ ഭൂമിയിൽ കാലുവെക്കുവാൻ കഴിയത്തില്ല. ഇതവന്റെ പാദപീഠമാക്കുവാൻ കഴിയത്തില്ല. കാരണം എന്താ? ഇവിടെ ഉള്ളായിരിക്കുന്ന മനുഷ്യർ തന്നെ നമുക്കറിയാം. ഹല്ലേലൂയ. നമ്മൾ നല്ല ചെരുപ്പിട്ടോണ്ട് അങ്ങോട്ട് പോയാൽ ചാണകം കണ്ടാൽ എന്ത് ചെയ്യണം?
നമ്മൾ ചാടി അപ്പുറം കിടക്ക. എന്നാൽ ഈ ഭൂമിയിലെ അല്ലേലിയ മനുഷ്യൻ എന്ത് ചെയ്യാണ്? ഇന്ന് അല്ലേലിയ അത് വിശുദ്ധമെന്ന് കണ്ടുകൊണ്ട് അതിൽ കുളിക്കുകയും അല്ലേലിയ അത് അകത്താക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധനായ ദൈവം മലിനമായി എണ്ണിരിക്കുന്നതാ, അശുദ്ധമായി കണ്ടിരിക്കുന്നതാ. അതുകൊണ്ട് യഹോവയായ ദൈവത്തിന്റെ കാൽ ഈ ഭൂമിയിലല്ലായിരുന്നു. പിന്നെ പുരാതന കാല ഭൂമിയിൽ, പൂർണ്ണതയുള്ളതായിരിക്കുന്ന ഭൂമിയിൽ ആണ് ദൈവം തന്റെ പാദം വെച്ചിരുന്നത്. നിത്യ സിയോനിൽ സിംഹാസനം വിട്ട് വാണരുതമായ സർവശക്തനായ ദൈവം അവിടെ ഇരുന്നു കൊണ്ട് തന്റെ കാൽ കുത്തിയത് പൂർണ്ണതയുള്ളതായിരിക്കുന്ന ഒരു ഭൂമിയാണ്. അഥവാ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നുള്ളതായിരിക്കുന്നതായ ആ പൂർണ്ണതയിലേക്ക് ഭൂമി കടന്നുവനായ ആ ഭൂമിയിലാണ് സർവശക്തനായ ദൈവം തന്റെ കാൽ വെക്കുവാനിടയായത്. ആ ഭൂമിയിൽ അസ്ഥിയും മജ്ജയും മാംസവും രക്തവും ഉള്ളതായിരിക്കുന്ന മനുഷ്യരല്ലായിരുന്നു. ആ ഭൂമിയിൽ സ്തോത്രം പാർത്തിരുന്നത്, കാണുവാനിടയാകുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ഈ ഭൂമിയിലെ വിശുദ്ധന്മാർ പാർക്കുന്നത് പോലെ ഉള്ളതായിരിക്കുന്ന അസ്ഥി മജ്ജയും മാംസവും ഇല്ലാത്തതായിരിക്കുന്നതായ ഹല്ലേലൂയ തേജസ്സിനാൽ നിറയപ്പെട്ടതായിരിക്കുന്നതായ ഒരു മനുഷ്യവർഗം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അയ്യോ പാസ്റ്റേ, ഇതെന്തോ പഠിപ്പിക്കല. ഹല്ലേലൂയ. നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് എടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. സദൃശ്യവാക്യം 8:23 ഒന്ന് വായിച്ചാട്ടെ. സദൃശ്യവാക്യം 8:23. പെട്ടെന്ന് വായിക്കാം. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. പുരാതന ഭൂമിയുടെ ആദിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? നിയമിക്കപ്പെട്ടിരുന്നു. ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ 28 മാത്രം വായിച്ചാൽ മതി. 23 മാത്രം. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു. പുരാതനകാല ഭൂമിക്ക് മുമ്പ് സർവശക്തനായ ദൈവം നിത്യ സിയോൻ സൃഷ്ടിച്ചതിന് ശേഷമായിട്ട് 9 വിധമായിരിക്കുന്ന രക്തങ്ങളെ കൊണ്ട് സർവശക്തനായ ദൈവം ലൂസിഫറിനെ സൃഷ്ടിപ്പാനിടയായി. എല്ലാ ഗോളങ്ങളിലും ഗോളാന്തര ഗോളങ്ങളിലും ദൈവം സൃഷ്ടിച്ചാക്കുവാൻ പോകുന്നതായിരിക്കുന്നതായ സാറാഫുകളും കെരൂബുകളും ദൂതന്മാരും ദൈവപുത്രന്മാര് ഹല്ലേലൂയ അജ്ഞാത ജീവികളും പ്രൈസ് ദി ലോർഡ് വായു ദൂതന്മാരും ജലദൂതന്മാരെ എല്ലാം സർവശക്തനായ ദൈവം ഗോളാന്തര ഗോളങ്ങളിലെല്ലാം സൃഷ്ടിച്ചാക്കുവാനിടയായി. അതിനു മുമ്പ് തന്നെ ലൂസിഫർ ഓഫ് സൺ ഓഫ് മോർണിംഗ് ദൈവത്തെ ആരാധിപ്പാനോ ആരാധന ലീഡറായിരിക്കുന്നതായ ലൂസിഫറിനെ സർവശക്തനായ ദൈവം സൃഷ്ടിച്ചാക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിക്കുന്നത് അവൻ പറയാണ്, എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെ ആയിരുന്നുവെന്ന്. ലൂസിഫർ പറയാണ്, എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെ ആയിരുന്നു എന്ന് കാണുവാനിടയാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും ആ ഭാഗം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:18 ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:18 വാക്യം ഒന്ന് വായിച്ചാട്ടെ. വായിച്ചാട്ടെ. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവനതിനെ ഉറപ്പിച്ചു, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല, വ്യർത്ഥമായിട്ടല്ല അവനതിനെ സൃഷ്ടിച്ചത്, അവനെ സൃഷ്ടിച്ചത്. ഇവിടെ എന്തിയാണ് പാർപ്പിടത്രേ സൃഷ്ടിച്ചിരിക്കുന്നത്? ഇവിടെ ഒരു സൃഷ്ടിക്കപ്പെട്ട ഭൂമിയും ഹല്ലേലൂയ എന്തിനാണ് നിർമ്മിച്ച ഭൂമിയെയും ഇവിടെ കാണുവാനിടയാകുന്നുണ്ട്. നിർമ്മിച്ച ഭൂമി, സൃഷ്ടിക്കപ്പെട്ട ഭൂമി. ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഭൂമി എന്ന് പറഞ്ഞാൽ പുരാതന കാല ഭൂമിയാണ്. ആ ഭൂമിയിൽ പാർത്തുകൊണ്ട് നാരിക്കുന്ന ഒരു കൂട്ടം ജാതികൾ ഉണ്ടായിരുന്നു. സാറഫുകളെ ജാതികൾ എന്ന് പറഞ്ഞിട്ടില്ല.
പറഞ്ഞിട്ടുണ്ടോ? കെരൂബുകളെ ജാതി എന്ന് പറഞ്ഞിട്ടില്ല. പ്രൈസല ദൂതന്മാരെ ജാതികൾ എന്ന് പറഞ്ഞിട്ടില്ല. അജ്ഞാത ജീവികളെ ജാതി എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 14 അധ്യായത്തിൽ വായിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. വായിക്കാം. വായിക്കാം. ആമേൻ. ഒന്ന് വായിച്ചാട്ടെ. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ. വായിച്ചാട്ടെ. സ്തോത്രം. 12 വായിച്ചാട്ടെ. അരുണോദയ പുത്രനായ ശുക്ര. ഇവിടെ ചോദിക്കുകയാണ്, ലൂസിഫറിനോട് ചോദിക്കുകയാണ്, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവരെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു? പ്രൈസ് ദി ലോർഡ്. ലൂസിഫറിനോട് ചോദിക്കുകയാണ്, ജാതികളെ തട്ടിക്കളഞ്ഞവര്, പൂർണ്ണതകളായിരിക്കുന്ന ഭൂമിയിൽ പൂർണ്ണതകളായിരിക്കുന്ന ആത്മീയ മനുഷ്യര് സർവശക്തനായ ദൈവോ അല്ലെ സൃഷ്ടിച്ചാക്കി വെച്ചിരുന്നു. എന്നാൽ ഗോളങ്ങളിലും ഗോളാന്തര ഗോളങ്ങളിലൂടെ ഹല്ലേലൂയ ആരാധന ലീഡറായിരിക്കുന്നതായ ലൂസിഫർ എന്തിയാണ്? അവന്റെ അഗ്നിമരഥത്തിൽ ഭൂമിയിൽ ഇറങ്ങി. പുരാതന കാല ഭൂമിയിൽ ഇറങ്ങി. അവൻ ഭൂമിയിൽ വെച്ച് തന്നെ എന്ത് ചെയ്യാണ്? അഹങ്കരിപ്പാനിടയായി. സ്തോത്രം. എന്താണ് അവന്റെ അഹങ്കാരം? ഞാൻ അത്യുന്നതോട് സമനാകും, അത്യുന്നതന്റെ മീതെ ഞാൻ എന്റെ വാസസ്ഥലം വെച്ച വാണരുളും ഹല്ലേലൂയ എന്ന് കുതിച്ചുയർന്ന് കടന്നിരുന്നായിരിക്കുന്നതായ ഹല്ലേലൂയ ലൂസിഫറിനോട് യഹോവയായ ദൈവോ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പ്രവചനാത്മാവാൽ ചോദിക്കുകയാണ്, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് പ്രൈസ് ദി ലോർഡ് കാണുവാൻ ഇടയാകുന്നത് ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ. ഏത് ജാതികളെ? ഹല്ലേലൂയ. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെ ആയിരുന്നുവെന്ന് പറഞ്ഞായിരിക്കുന്ന മനുഷ്യവർഗത്തെ താഴ്ത്തിക്കളഞ്ഞവന്, അത് ആസ്തി മറ്റേ മാംസവുമില്ലാതെ ദൈവത്തിന്റെ വായിലെ ശ്വാസത്താൽ ഉളവായതായിരിക്കുന്നതായ ആത്മീയ മനുഷ്യന് അല്ലെങ്കിൽ പുരാതന കാല ഭൂമിയിൽ താഴ്ത്തിക്കളഞ്ഞവന് നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സർവശക്തനായ ദൈവം ഭൂമിയെ എന്ത് ചെയ്ത് പാഴും ശൂന്യവുമാക്കി തീർത്തു. ഒന്ന് വായിക്കാം. യിരെമ്യാ പ്രവാചന പുസ്തകം 4 പ്രൈസ് ദി ലോർഡ് 23, 24, 25 വാക്യങ്ങൾ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. സ്വത്രം കടിച്ചെടുക്കാൻ സമയമായി. ഞാൻ ഭൂമിയെ നോക്കി യഹോവയായ ദൈവം പറയാണ്, ഞാൻ ഭൂമിയെ നോക്കി, അതിനെ പാഴിൽ ശൂന്യമായി കണ്ടു. ഞാൻ ആകാശത്തെ നോക്കി, അതിന് പ്രകാശമില്ലായിരുന്നു. ഞാൻ പർവ്വതങ്ങളെ നോക്കി, അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി, ഒരു മനുഷ്യനെയും കണ്ടില്ല. ശ്രദ്ധിക്കണമേ. അല്ലല്ല, ഒരു മനുഷ്യരെയും ഞാൻ കണ്ടില്ല. ആദാം മുതൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയം മുതൽ ആദിമ ഭൂമി ഉണ്ടായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാതിരുന്നതായ കാലഘട്ടമില്ല. അങ്ങനെ ഒരു കാലഘട്ടം ആരെങ്കിലും ഇന്ന് രാത്രികാലം ഹല്ലേലൂയ എന്നെ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ ഇന്ന് ഞാൻ എന്റെ സുവിശേഷ പ്രസംഗം അവസാനിപ്പിക്കും. ഗ്ലോറി. സ്തോത്രം. എന്റെ പിതാവിനോട് ഞാൻ എന്റെ പിതാവ് പറഞ്ഞ, മോനെ, എടാ ദൈവനാമം ദുഷിക്കപ്പെടരുത്. ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞു, 102 വയസ്സായിട്ട് ഇവിടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇന്ന് വിശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞ ഹല്ലേലൂയ ഇതെടുക്കുവാൻ മേലാത്ത കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ, എന്റെ കർത്താവ് നീ ഇതുവരെയും എന്നെ എടുപ്പിച്ചല്ലോ, ഇന്നുകൊണ്ട് ഞാൻ ഈ പുസ്തകം ചുമക്കുന്നില്ല, ഇരിക്കുന്നു. സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ പോരുമെന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചതായ വ്യക്തിയാണ്. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ആദാം ഉണ്ടായ കാലം മുതൽ ഈ ഭൂമിയിൽ മനുഷ്യനില്ലാതെ ഇരുന്നിട്ടില്ല.
പിന്നെ ഏതാണ് ഈ മനുഷ്യ ഹല്ലേലൂയ യഹോവയായ ദൈവം ഭൂമിയെ നോക്കിയപ്പോൾ യഹോവയായ ദൈവം പറയാണ്, ഞാൻ ഭൂമിയെ നോക്കി, ആ ഭൂമിയിൽ മനുഷ്യരെ കാണുന്നില്ല. പുരാതന കാല ഭൂമിയുടെ കാലദൈർഘ്യം 7000 കോടി വർഷമാണ്. 7000 കോടി വർഷം. അതിൽ 6000 കോടി വർഷം പ്രൈസ് ദി ലോർഡ് ലൂസിഫർ പുരാതന കാല ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതായ തേജസ്സിനാൽ നിറയപ്പെട്ടതായിരിക്കുന്ന മനുഷ്യവർഗവുമായി, ആ മനുഷ്യ ജാതിയുമായി ഭൂമിയിലായിരുന്നു. 6000 കോടി വർഷം തികഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ എന്ത് ചെയ്യാണ്? ദൈവത്തോട് അഹങ്കരിച്ച, ദൈവത്തെക്കാൾ അത്യുന്നതിന് മീതെ ഞാൻ എന്റെ വാസസ്ഥലം വെച്ചു വാണരുളുമെന്ന് പറഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം ഹല്ലേലൂയ ലൂസിഫറിനെ അവനോട് കൂടെ പക്ഷത്തുനിന്നായിരിക്കുന്ന സറാഫുകളെ, കെരൂബുകളെ, ദൂതന്മാരെ, മനുഷ്യവർഗത്തെ ഹല്ലേലൂയ സർവശക്തനായ ദൈവം വെട്ടിവിട്ടി. അപ്പോൾ ഭൂമി പാഴും ശൂന്യമായി തീരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവം സൃഷ്ടിതാവായിരുന്നു കൊണ്ട് അവൻ സൃഷ്ടി സംഹാരകനല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സൃഷ്ടിതാവ് നമ്മെ ആരെയും നശിപ്പിക്കത്തില്ല, സാത്താനെ പോലും നശിപ്പിക്കത്തില്ല. ലൂസിഫർ സാത്താനായി തീർന്നപ്പോൾ ഹല്ലേലൂയ സാത്താനെ അഥവാ ലൂസിഫറിനെ ദൈവത്തിന് കത്തി എരിച്ച് ചാമ്പലാക്കി കളയാമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ പുരാതന കാല ഭൂമിയിൽ വസിച്ചുകൊണ്ടായിരിക്കുന്ന തേജസ്സിനാൽ നിറയപ്പെട്ടതായ മനുഷ്യവർഗത്തെ, മനുഷ്യജാതിയെ തെറ്റിച്ചപ്പോൾ സർവശക്തനായ ദൈവം ലൂസിഫറിനെ അവനോട് കൂടെ കോടാനുകോടി ദൂതന്മാരെ സർവശക്തനായ ദൈവം നരകമില്ലാതിരുന്നപ്പോൾ നരകം സൃഷ്ടിച്ചു. 1000 കോടി വർഷം ഹല്ലേലൂയ അടിത്തട്ടില്ലാത്തതായിരിക്കുന്ന നരകത്തിലേക്ക് അവരെ ഇട്ടു. 1000 കോടി വർഷം പാഴും ശൂന്യമായി തീർന്നതായിരിക്കുന്ന ഭൂമിയിൽ ഹല്ലേലൂയ 1 കോടിയല്ല, 10 കോടിയല്ല, 20 കോടിയല്ല, 30 കോടിയല്ല, അതുക്കും മേൽ ദൈവങ്ങൾ പ്രൈസ് ദി ലോർഡ് ഈ ഭൂമിയിൽ ഉണ്ടായി വരേണ്ടതിന് വേണ്ടി സർവശക്തനായ ദൈവം ഹല്ലേലൂയ നിത്യ നരകത്തിലേക്ക് അവരെ എന്ത് ചെയ്യാണ്? 1000 കോടി വർഷം ശിക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഭൂതകാല നിത്യതയിൽ ദൈവത്തിന്റെ സൃഷ്ടിയുടെ അവസാന ഭാഗങ്ങളിൽ കടന്നു വരുമ്പോൾ 1000 കോടി വർഷം പാഴിൽ ശൂന്യമായിരിക്കുന്ന ഭൂമിയും അതിലുള്ളതായിരിക്കുന്ന നിവാസികളെയും അഥവാ അസ്ഥി മജ്ജയും മാംസവും ഇല്ലാത്തതായിരിക്കുന്നതായ മനുഷ്യവർഗം ആരായി തീർന്നു? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഉപയോഗിക്കുന്നതായ വാക്കുകളുണ്ടല്ലോ, ദുരാത്മാക്കൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1 കോടിയല്ല, 10 കോടിയല്ല, 20 കോടിയല്ല, 30 കോടിയല്ല, അതുക്കും മേൽ അതിന്റെ ഉപഗണങ്ങളായിരിക്കുന്ന ദുരാത്മാക്കളെയും സർവശക്തനായ ദൈവം വീണുപോയതായിരിക്കുന്ന അവരെ 1000 കോടി വർഷം എന്തിയാണ് ദൈവം ശിക്ഷിച്ചു. ദൈവത്തിന് അവരെ തകർത്ത് കളയാമായിരുന്നു, അവരെ ഇല്ലാതാക്കാമായിരുന്നു. എന്നാൽ ദൈവം സൃഷ്ടിതമായിരിക്കുന്നത് കൊണ്ട് അവരെ തകർത്തില്ല. ദൈവം, നമ്മുടെ ദൈവം സൃഷ്ടി സംഹാരകനല്ലോ. അവനെ എന്തിയാണ് ശിക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ഭൂമിയിലുള്ളവരാരും മരിച്ചാലും പ്രൈസ് ദി ലോർഡ് ഉപദേശിമാര് ദുരാത്മാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ശാസിക്കുന്നതായിരിക്കുന്ന ഈ ശക്തി പുരാതനകാല ഭൂമിയിൽ ഹല്ലേലൂയ ലൂസിഫർ തെറ്റിച്ചവന്റെ പക്ഷത്തായി പോയതായിരിക്കുന്നതായ ഈ കാണുന്നതായിരിക്കുന്ന അസ്ഥി മജ്ജയും മാംസവും ഇല്ലാത്തായിരിക്കുന്ന മനുഷ്യവർഗമാണ് ദുരാത്മാക്കൾ. അങ്ങനെ എന്ത് ചെയ്യാണ്? കോടാനുകോടി ദൂതന്മാരുമായിട്ട്, സറാഫുകളുമായിട്ട്, കെരൂബുകളുമായിട്ട്, ദൂതന്മാരുമായിട്ട് വീണുപോയ അന്ധകാര ശക്തിയുടെ ഹല്ലേലൂയ ആ ശക്തിയുമായിട്ട് പുരാതന കാല ഭൂമിയിലായിരിക്കുന്നതായ ഈ ദുരാത്മാക്കളുമായിട്ട് 1000 കോടി വർഷക്കാലം സ്തോത്രം നിത്യ നരകത്തിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിത്യ നരകത്തിൽ 1000 കോടി വർഷമായിരുന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് യഹോവയായ ദൈവം എന്തിയാണ്? സ്തോത്രം. നിത്യ സിയോനിൽ അവൻ പാർപ്പിന് സൃഷ്ടിച്ചതായിരിക്കുന്ന ഭൂമിയെ ഹല്ലേലൂയ തെറ്റിച്ച് ശാപഗ്രഹസ്ഥമാക്കി തീർത്ത ദൈവം
ശിക്ഷിച്ചതായിരിക്കുന്ന ഭൂമിയെ ദൈവം പുനരുദ്ധരിച്ചെടുപ്പാൻ ആഗ്രഹിച്ചു. ഉള്ളോറി, ദൈവം പുനരുദ്ധരിച്ചെടുത്ത ആദ്യ ഭൂമി സൃഷ്ടിപ്പാൻ ദൈവം ആഗ്രഹിച്ചു എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ കാണുവാനിടയാകുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന് 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വായിക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആരാണ് ദൈവം? ആരോട് സദൃശ്യൻ? അവന്റെ ആരംഭം എവിടെ? ആരെങ്കിലും അവരെ കണ്ടവരുണ്ടോ? കണ്ടവരുണ്ടെന്ന് പറഞ്ഞു തരാമോ? ആർക്കറിയാം? നാം എല്ലാം വെറും സൃഷ്ടികൾ മാത്രമല്ലേ. സൃഷ്ടിതാവ് എവിടെ? അവന്റെ സിംഹാസനം കണ്ടവരാരെങ്കിലും ഉണ്ടോ? വേഷത്തിന്റെ കൃതികൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എംഗൽസിന്റെ കൃതികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കുക്കുചാമയുടെയും പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിന്റെയും രാമകൃഷ്ണ പരമഹംസരുടെയും ഗുരുനാനാക്കിന്റെയും അംബേദ്കറിന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും മന്നത്ത് വൽപ്പനാവിന്റെയും ശ്രീമാൻ അയ്യങ്കാളിയുടെയും എല്ലാ കൃതികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവർക്കാർക്കും അചഞ്ചലനായ ദൈവം എന്ന വ്യക്തിത്വത്തെ അവതരിപ്പിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ആയെ തുടങ്ങി അതേ അങ്ങനെ തന്നെ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന സത്യവിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാമത്തെ താളിൽ 1-ാമത്തെ വാക്യത്തിൽ തന്നെ 1-ാമത്തെ വാക്കിൽ ഈ വിശുദ്ധ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആദി. എന്താണ് ആദി? അനന്തമായ നിത്യതയിൽ നിന്നും പ്രത്യേകം പ്രവൃത്തികൾക്കായി ഉണ്ടായിരുന്നവനായ ദൈവം ഇല്ലായ്മയിൽ നിന്ന് വിളിച്ച വേർതിരിച്ചെടുത്ത വിവിധ പരിമളങ്ങളായി തിരിച്ചിരിക്കുന്ന സമയത്തിന്റെ ആദ്യ പീരീഡിനാണ് ആദി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം പാർപ്പിനെ സൃഷ്ടിക്കുന്നതായിരിക്കുന്ന ഈ ഭൂമിയിൽ സർവശക്തനായ ദൈവത്തോട് സംസാരം ആരംഭിക്കേണ്ടതിന് വേണ്ടി ദൈവമതിയാണ് 1000 കോടി വർഷം പാഴും ശൂന്യമായി കോടാനിക്കോടി ദൈവങ്ങളുമായി ദുരാത്മാക്കളുമായി കിടന്നതായിരിക്കുന്ന ഭൂമിയെ ദൈവം നിത്യ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സൃഷ്ടിപ്പാരംഭിക്കുവാൻ തുടങ്ങി. നിത്യ സിയോനിൽ ഇരുന്നു കൊണ്ട് സർവശക്തനായ ദൈവം 1-ാമത്തെ ദിവസം എന്തിയാണ്? വെളിച്ചം സൃഷ്ടിച്ചു. വെളിച്ചത്തെ പകലായി ഇരുളിനെ രാത്രിയായി വേർതിരിച്ചു. 2-ാമത്തെ ദിവസം ദൈവം എന്തിയാണ്? ആകാശവിധാനം സൃഷ്ടിച്ചു. 3-ാമത്തെ ദിവസം ആകാശവിധാനത്തിന് താഴെ ഉണ്ടായിരുന്ന വെള്ളങ്ങളെ ഒരുമിച്ച് കൂടുവാൻ അവൻ കൽപ്പിച്ചു. നിലത്തെ വേർതിരിച്ചു. ഭൂമിയും സമുദ്രവും സൃഷ്ടിച്ചു. ഭൂമി സസ്യലയാദികളെ സൃഷ്ടിപ്പാനിടയായി. 4-ാമത്തെ ദിവസം പകലും രാത്രിയുമായി പ്രകാശങ്ങളെ സൃഷ്ടിച്ചു. പകലിന് പകല് വലിപ്പം കൂടിയ വെളിച്ചവും രാത്രിക്ക് വലിപ്പം കുറഞ്ഞു വെളിച്ചത്തെ ദൈവം സൃഷ്ടിച്ചു. 5-ാമത്തെ ദിവസം സമുദ്രത്തിലുള്ളതായിരിക്കുന്നതായ ജീവജാലങ്ങളെ ആകാശവിധാനത്തിലുള്ളതായിരിക്കുന്നതായ പർവ്വജാലങ്ങളെ സൃഷ്ടിച്ചു. അവയോട് വർദ്ധിച്ചു പെരുകുവാൻ എന്റെ ദൈവം കൽപ്പിച്ചു. 6-ാമത്തെ ദിവസം സർവശക്തനായ ദൈവം ഈ ജന്തുക്കളെ കാട്ടുമൃഗങ്ങളെ മനുഷ്യനെന്തിയാണ് നിയന്ത്രിപ്പാൻ കഴിയാതിരിക്കുന്ന വന്യമൃഗങ്ങളെ എല്ലാത്തിനെയും യഹോവയായ ദൈവം നിത്യ സിയോനിൽ നിന്നുകൊണ്ട് ദൈവം സൃഷ്ടിച്ചു. സൃഷ്ടിച്ചിട്ട് യഹോവയായ ദൈവം ആ സൃഷ്ടിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി സർവശക്തനായ ദൈവം പാഴും ശൂന്യമായി 1000 കോടി വർഷം പഴക്കമുള്ളതായിരിക്കുന്ന ശിക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ഭൂമിയെ പുനരുദ്ധരിച്ചെടുത്ത ആദിമ ഭൂമിയായി കടന്നു വരുവാനിടയായി. ദൈവം ഏകനാണ്. ഏകനായ ദൈവത്തിന് പിതൃത്വമുള്ളത് കൊണ്ട് അത് വളരെ ശക്തമായിട്ട് അറിയാമായിരിക്കുന്ന ലൂസിഫർ അങ്ങോട്ട് പോയപ്പോൾ ലൂസിഫർ ആയിട്ടാണ് പുരാതന കാല ഭൂമിയിൽ 1000 കോടി ശിക്ഷയേറ്റ് കടന്നുപോയത്. എന്നാൽ അവൻ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേകന ദൈവത്തെ അറിയാമായിരിക്കുന്നതായ ആ ലൂസിഫർ എന്തിയാണ്
ഈ ആദിമ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ സാത്താന്റെ തൃത്വമായിരിക്കുന്നതായ മഹാസർപ്പവും കള്ളപ്രവാചകനും ഓരോ ഭയങ്കരമായിരിക്കുന്ന മൃഗവും ഹല്ലേലൂയ ഈ ഭൂമിയിലായിരിക്കുന്നതായ 1 കോടിയല്ല 10 കോടിയല്ല 20 കോടിയല്ല 30 കോടിയല്ല അതുക്ക് മേൽ ദൈവങ്ങളുമായി ദുരാത്മാക്കളുമായി ഭൂമുഖത്തവൻ എന്തിയാണ് വിരളുവാൻ തുടങ്ങി. Praise the Lord. അങ്ങനെ ആദ്യം ഭൂമിയെ സർവശക്തനായ ദൈവം സൃഷ്ടിച്ചിട്ട് 6ാമത്തെ ദിവസം പാർപ്പിനെ സൃഷ്ടിച്ച ഭൂമി പാഴായി ശൂന്യമായി കടന്നുപോയപ്പോൾ യഹോവയായ ദൈവം Praise the Lord. പിതൃപുത്ര പരിശുദ്ധാത്മാവിൽ ത്രിയേകനായി നിൽക്കുന്നവനായ സർവശക്തനായ ദൈവം പറയുകയാണ്, വരുവീൻ നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സാന്നിധ്യത്തിലും സാമീപ്യത്തിലും സൗഭാഗ്യത്തിലും സന്തോഷത്തിലും നമ്മെ ആരാധിക്കേണ്ടതിന് വേണ്ടി നമ്മൾ പാർപ്പിന് സൃഷ്ടിച്ചതായിരിക്കുന്ന ആ ഭൂമിയെ ഹല്ലേലൂയ നമുക്ക് മനുഷ്യരെ സൃഷ്ടിക്കാം. യഹോവയായ ദൈവം ആദിമ ഭൂമിയെ സൃഷ്ടിച്ചിട്ടതിൽ മനുഷ്യവർഗത്തെ ആദാമിനെ സൃഷ്ടിപ്പാൻ പിതൃപുത്ര പരിശുദ്ധാത്മാ ത്രിയേകനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന പ്രത്യേക വ്യക്തിയായിരിക്കുന്ന മനുഷ്യനെ സൃഷ്ടിപ്പാൻ യഹോവയായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. വലിയ ചിലവായി യോഗത്തിന്. എന്റെ കർത്താവ് വരാൻ താമസിച്ച 2 കോടി രൂപ ഈ കയ്യിൽ കൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ എന്നും പ്രാർത്ഥിക്കുന്നതാ, എപ്പോഴും പ്രാർത്ഥിക്കുന്നയാളാ. 1 കോടിയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൈസലോ. അതുകൊണ്ട് ഇപ്പോൾ സ്വത്ര വഴിപാട് എടുക്കാൻ പോവുകയാണോ, ഉള്ളതായിരിക്കുന്ന കാശ് മുഴുവനും യോഗത്തിന്റെ ചെലവിന് വേണ്ടി എല്ലാവരും ഇട്ടോണം. ഇപ്പോൾ നിങ്ങളുടെ സഹോദരൻ മുൻപോട്ട് കടന്നു വന്ന ഞാൻ ഒരാളോട് പറഞ്ഞിരുന്നു, ആള് വന്നിട്ടില്ല. അതുകൊണ്ട് താൻ എഴുതിയായിരിക്കുന്ന പാട്ട് പ്രൈസലോ 4 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് ക്യാൻസറിന്. പ്രൈസലോ ഹല്ലേലൂയ. 5-6 പ്രാവശ്യം ക്യാൻസർ വന്നു, വില്ലൻ ചുമ വന്നു, മരത്തേന്ന് വീണ് പാമ്പ് കടിച്ചു, ഇന്ന് ജീവനോടെ ഇരിക്കുക. സ്തോത്രം. ഞാൻ ആ ക്യാൻസർ ചെയ്ത ക്യാൻസറുമായിട്ട് എന്റെ അടുത്തൊരു ക്യാൻസറുകാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. പ്രൈസലോ. അപ്പൊ എന്നെ കൂടെ വിളിച്ചോണ്ട് പോയാണ് ആ ക്യാൻസറുകാരന് പ്രാർത്ഥിക്കുന്നത്. ആ ക്യാൻസറുകാരൻ മരിച്ചിട്ട് CSIക്കാരനായിരുന്നു. താൻ മരിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 13 വർഷം കഴിഞ്ഞു. പ്രൈസലോ. ക്യാൻസറുകാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ക്യാൻസറുകാരന് ദൈവം വിടുവിച്ചു. പ്രൈസലോ. ആ ക്യാൻസറുകാരൻ എഴുതിയായിരിക്കുന്ന പാട്ടാണ്, ആ പാട്ടാണ് ഇപ്പോൾ പാടുന്നത് എന്ന് പറഞ്ഞ നമ്മുടെ കുഞ്ഞുകുട്ടി. പ്രൈസലോ. അല്ലെങ്കിൽ ഒത്തിരി സ്ഥലത്ത് ഞാൻ EM വിളിച്ച് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്, എന്റെ വീട്ടിൽ പാർപ്പിച്ചു ലോകം നടത്തിയിട്ടുണ്ട്. ആ പാട്ടിപ്പോൾ നമുക്ക് കേൾക്കാം, സ്വതന്ത്രം എടുക്കാം. അതിന് അല്പം കൂടി സഹിക്കുക, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രൈസലോ. ഹല്ലേലൂയ. യഹോവയായ ദൈവം എന്ത് ചെയ്യാണ്? നിത്യസിംഹാസനത്തിൽ നിന്നും നിത്യ സിയോനിൽ നിന്നും ആദിമ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ഭൂമി 1 ദിവസം സ്വസ്ഥമായിരുന്നു. പ്രൈസലോ. ദൈവത്തിന് 1 ദിവസം 1000 വർഷമാണെങ്കിൽ 1000 വർഷത്തെ നമ്മൾ ഗുണിച്ചെടുത്ത് വന്നാൽ ഒരു 7000 കോടി വർഷത്തിന്റെ കാലദൈർഘ്യം കിട്ടും. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭൂമി ഹല്ലേലൂയ ഈ പാഴും ശൂരമായിരിക്കുന്ന ഭൂമിയിൽ നിന്നും എന്തിയാണ് ശിക്ഷ കഴിഞ്ഞ ഇങ്ങോട്ട് കോടാന് കോടി 30 കോടിയല്ല അതുക്കും മേൽക്കോടി അതിന്റെ ഉപകരണങ്ങളായിരിക്കുന്ന ദുരാത്മാക്കളുമായി പ്രൈസലോ കുറേയേറെ കോടാനു കോടി ദൈവങ്ങൾ ഭൂമിയുടെ പ്രതലത്തിൽ വന്നു, ദുരാത്മാക്കളുമായിട്ട് ഇറങ്ങി വന്നു. അങ്ങനെ ഇരിക്കവേ സർവശക്തനായ ദൈവം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പാർപ്പിനെ സൃഷ്ടിച്ചതായിരിക്കുന്ന ഭൂമിയെ പുനരുദ്ധരിച്ചെടുത്തിട്ട് ആ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എങ്ങനെ ഇറങ്ങി വന്നു? വരുവീൻ നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലോ സാന്നിധ്യത്തിലോ സൗഭാഗ്യത്തിലോ സന്തോഷത്തിലോ നമ്മെ ആരാധിക്കേണ്ടതിന് വേണ്ടി നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഏകനായ ദൈവം, ഏകത്തിൽ പിതൃത്വമുള്ളവനായ ദൈവം,
ഏകത്തിൽ പിതുപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേകനായ ദൈവം ഇറങ്ങി വന്നു. എന്തിനിറങ്ങി വന്ന? പ്രൈസലോ, മനുഷ്യനെ സൃഷ്ടിക്കുവാൻ. ഹല്ലേലൂയ. എന്തിന് ദൈവം തൃത്വമെടുക്കുന്നു? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി എന്തിനെടുക്കുന്നു? കാരണമെന്തെന്ന് ചോദിച്ചാൽ ലൂസിഫറിനറിയാ ഏകനായ ദൈവത്തിന് പിതൃത്വമുണ്ട്. പിതുപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേകനായ ദൈവം ഒന്നിച്ച് ചേരുന്നതാണ് ഏക സത്യ നിത്യ ദൈവം എന്നറിയാവുന്നവനായ സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠങ്ങളിൽ ലൂസിഫർ എന്തിയാണ്? കോടാനുകോടി ദൈവങ്ങളുമായിട്ട് കടന്നു വന്നു. ദുരാത്മാക്കളുമായിട്ട് ഹല്ലേലൂയ ഭൂമുഖത്ത് കടന്നു വന്നു. അവന്റെ തൃത്വമായിരിക്കുന്നതായ അല്ലല്ല മഹാസർപ്പവും അല്ലെ ഓരോ ഭയങ്കരമായിരിക്കുന്ന മൃഗമായി ഹല്ലേലൂയ ദൈവസന്നിധി കള്ളപ്രവാചകനായി 3 തൃത്വമെടുത്ത സാത്താൻ ഭൂമിയിൽ പ്രതലത്തിൽ ഹല്ലേലൂയ വികരിക്കുവാൻ തുടങ്ങി. പാർപ്പിനെ സൃഷ്ടിച്ചതായ ഭൂമി പാഴിൽ ശൂന്യമായി പോയപ്പോൾ യഹോവയായ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നിട്ടു. തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിപ്പാൻ ആഗ്രഹിച്ചു. ദൈവത്തിന്റെ സ്വരൂപമാണ് നമ്മുടെ അകത്തിരിക്കുന്നത്, ആത്മീയ മനുഷ്യൻ. ദൈവം ഈ ഭൂമിയിൽ ഒരു സാദൃശ്യം എടുത്താൽ ഹല്ലേലൂയ മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും എലിയിലും പുഴുവിലും തൊലിയിലും എല്ലാം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഒരു സാദൃശ്യം എടുത്താൽ അത് മനുഷ്യ സാദൃശ്യം മാത്രമേ എടുക്കത്തുള്ളൂ. ഭൂമിയിലെ ദൈവങ്ങള് ഞാനതെടുത്ത് പറയുന്നില്ല. കോടാനുകോടി ദൈവങ്ങൾ സാദൃശ്യമേതുമെടുക്കും. അത് ദൈവ സാദൃശ്യമല്ല. ദൈവം ഒരു സാദൃശ്യമെടുത്താൽ ഹല്ലേലൂയ തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതായ സാദൃശ്യമേ എടുക്കത്തുള്ളൂ. ഏകനായ ദൈവം ഇറങ്ങി വന്നിട്ട് പ്രൈസ് ദി ലോർഡ് ദൈവപാദപീഠങ്ങൾ എന്തിയാണ്? നിലത്തെ പൊടികൊണ്ട് തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിപ്പാൻ പ്രൈസ് ദി ലോർഡ് ദൈവം ആഗ്രഹിച്ചു. 9 മണിയോളം 9:15 ഞാൻ നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ മെസ്സേജ് എവിടെ കൊണ്ട് അവസാനിക്കുമോ അവിടെ കൊണ്ട് നിർത്തുമെന്ന്. അതുകൊണ്ട് സർവശക്തനായ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഏകത്വത്തിൽ പിതൃത്വമുള്ളവനായ ദൈവം, ഏകത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുള്ളവനായ ദൈവം ഹല്ലേലൂയ ദൈവസന്നിധി ദേഹം ദേഹി ആത്മാവാകുന്ന മനുഷ്യന് അഥവാ ദേഹം ദേഹി ആത്മാവാകുന്നായ ഏക മനുഷ്യനെ സൃഷ്ടിക്കേണ്ടതിന് വേണ്ടി ഏക സത്യ നിത്യ ദൈവം 3ആയി തിരികെയാണ്. അവന്റെ പിതൃത്വം 3ആയി തിരികെയാണ്. അഥവാ പിതൃപുത്ര പരിശുദ്ധാത്മാവായി തിരികെയാണ്. ഏക സത്യ നിത്യ ദൈവത്തിലുള്ളായിരിക്കുന്നതായ തന്റെ ഹല്ലേലൂയ ദേഹമായിരിക്കുന്ന തൃത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അങ്ങോട്ട് മാറ്റി നിർത്തി വലത്തോട്ട്. ഇപ്പോൾ എന്ത് ചെയ്യാണ്? പരിശുദ്ധാത്മാവും പിതാവും മാത്രം ഇവിടെ നിൽക്കിയ. ഹല്ലേലൂയ. എന്തിനാണ് യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിയത്? പ്രൈസ് ദി ലോർഡ്. ലോകസ്ഥാപനത്തിനു മുമ്പ് ഹല്ലേലൂയ ഈ കാണുന്ന എന്നെ നിങ്ങളെ ഹല്ലേലൂയ നമ്മുടെ അപ്പനപ്പന്മാരായിരിക്കുന്നതായ ഹല്ലേലൂയ അപ്പച്ചന്മാരെ എന്ന് പറഞ്ഞാൽ മുത്തപ്പന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്തിനേറെ പറയുന്നു? ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പിതാവായ ദൈവം ഏക സത്യ നിത്യ ദൈവം ഹല്ലേലൂയ തൃത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തി. പ്രൈസ് ദി ലോർഡ്. പാശ്ചാത്യ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നും ഹല്ലേലൂയ കർത്തവർക്കാരായിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തുള്ളായിരിക്കുന്നതായ നമുക്ക് വേണ്ടി അമേരിക്കക്കാർ ഹല്ലേലൂയ വെള്ളക്കാർ കപ്പലിൽ കയറ്റി ഇറക്കിയതായ ഇറക്കുമതി ചരക്കല്ല യേശു ക്രിസ്തു. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാം പാപത്തിൽ വീണു ദൈവത്തിൽ നിന്നോ അകന്നു മാറിപ്പോയാൽ ഹല്ലേലൂയ പ്രാണൻ കൊടുത്ത അവനെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി തത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തി. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്
ഏകദൈവത്തിൽ ഉള്ള പിതാവ് നിൽക്കവേ തന്നിൽ വസിക്കുന്നതായിരിക്കുന്ന ബഹുത്വത്തിലായിരിക്കുന്ന മൂന്നാമതായ പരിശുദ്ധാത്മാവിനെ അങ്ങോട്ട് മാറ്റി നിർത്തി. മൂന്നും മൂന്നായി തീർന്നു. ഈ ഉപദേശത്തെ ഖണ്ഡിക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പ്രൈസ് ദി ലോർഡ് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ ഏക സത്യ നിത്യ ദൈവവും ഏകനായി ഭൂമിയിൽ ഭൂതകാല നിത്യതയിൽ ഹല്ലേലൂയ സർവശക്തനായ ദൈവം ഏകനായിരുന്നു. എന്നാൽ വർത്തമാനകാലത്ത് ഭൂവാസത്തിൽ ഏകനായ ദൈവം ത്രിയേകനാണ്. തന്റെ ഭൂമിയിലെ തത്വം ആരംഭിക്കുക. മാറ്റി നിർത്തിയിട്ട പിതാവായ ദൈവം തന്റെ സാദൃശ്യം എന്ത് ചെയ്യാണ്? നിലത്തെ പൊടി കൊണ്ട് മെനഞ്ഞെടുത്തു. കണ്ണുണ്ട് കാണുന്നില്ല, ഹല്ലേലൂയ. ചെവിയുണ്ട് കേൾക്കുന്നില്ല, കൈയുണ്ട് ഹല്ലേലൂയ സ്പർശിക്കുന്നില്ല, കാലുണ്ട് നടക്കുന്നില്ല, ഹല്ലേലൂയ നാവുണ്ട് സംസാരിക്കുന്നില്ല. ഒരു സാദൃശ്യം യഹോവയായ ദൈവം അങ്ങ് നിലത്തെ പൊടി കൊണ്ട് മെനഞ്ഞെടുത്തതിന്റെ ശേഷമായിട്ട് അപ്പോൾ തൃത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന പുത്രൻ തമ്പുരാനായിരിക്കുന്ന യേശുക്രിസ്തു നോക്കി നിൽക്കുകയാണ്. തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നോക്കി നിൽക്കുകയാണ്. അതിനെ സൃഷ്ടിച്ചതിന്റെ ശേഷമാറ്റിയ യഹോവയായ ദൈവം വിളിക്കുകയാണ്, വരുവീൻ വരുവീൻ. നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. പിതൃപുത്ര പരിശുദ്ധാത്മാ ത്രിയേകനായ ദൈവം ഏകനായിരിക്കുന്നത് പോലെ ദേഹം ദേഹി ആത്മാവാകുന്ന ഏക മനുഷ്യനെ സൃഷ്ടിക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവ് രക്ഷ ഉള്ളിലാക്കേണ്ടതിന് വേണ്ടി മാറ്റി നിർത്തായ പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി തീർന്നിട്ട് ഹല്ലേലൂയ സാദൃശ്യത്തിൽ ഹല്ലേലൂയ ഉണ്ടാക്കിയതായിരിക്കുന്നതായ ആ സ്വരൂപത്തിലേക്ക്, ആ സാദൃശ്യത്തിലേക്ക് അവന്റെ സ്വരൂപം മൂക്കിലേക്ക് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീരുക മാത്രമല്ല, ഒന്നാമത്തെ ആദാമിൽ ഈ ഭൂമിയിൽ അവസാനമായി ഏതു മനുഷ്യൻ ജനിക്കുവാൻ പോകുന്നുവോ ആ മനുഷ്യൻ അവസാനമായി ചെയ്യുവാൻ പോകുന്ന ആ മനുഷ്യനെ മുഴുവനും ആദാമിലേക്ക് അങ്ങ് ഊതിക്കയറ്റി. ഹല്ലേലൂയ. അവസാനമായി ഏതു മനുഷ്യൻ ജനിക്കുവാൻ പോകുന്നുവോ ആ മനുഷ്യൻ അവസാനമായി ചെയ്യുവാൻ പോകുന്നതായിരിക്കുന്നതായ പാപങ്ങളെ ഏറ്റെടുക്കേണ്ടതിന് വേണ്ടി തൃത്വത്തിൽ രണ്ടാമനായ യേശുക്രിസ്തുവിനെ മാറ്റി വീണ്ടെടുപ്പിന് വേണ്ടി മാറ്റി നിർത്തി. ആ രക്ഷ ഉള്ളിലാക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി. മൂന്നും ഒന്നായി തീർന്നതിന്റെ ശേഷമായിട്ട് ദേഹം ദേഹി ആത്മാവാകുന്ന മനുഷ്യനെ സൃഷ്ടിക്കേണ്ടതിന് വേണ്ടി അവന്റെ മുക്കിലേക്ക് ജീവശ്വാസം ഊതി. ഈ ഭൂമിയിൽ ഏത് പുരുഷന്മാർ ജനിക്കണമോ, ഏത് സ്ത്രീകൾ ജനിക്കണമോ, ഹല്ലേലൂയ ആദാമിലേക്ക് പുരുഷന്മാരെല്ലാം കയറി. മർമ്മ എനിക്ക് സമയമില്ല. ഹല്ലേലൂയ ആദാമിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സ്ത്രീ ആയിരിക്കുന്ന ഹവ്വയിലേക്ക് സ്ത്രീ എല്ലാം അങ്ങ് കയറി. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ജനിക്കേണ്ടതായിരിക്കുന്ന സകല പുരുഷന്മാരെ സ്ത്രീകളെ സർവശക്തനായ ദൈവം ഒന്നാമത്തെ മനുഷ്യനായിരിക്കുന്ന ആദാമിൽ ഊതി കയറ്റി എന്ന് വിശുദ്ധ തിരുവചനം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുകയാണ്. ഹല്ലേലൂയ. സമയം മുൻപോട്ട് കടന്നു പോകുന്നുവല്ലോ. യഹോവയായ ദൈവം എന്ത് ചെയ്യാണ്? ഏദൻ പർദീസയിലേക്ക് കടന്നു ചെന്നു. സാത്താൻ വിവരിക്കുന്ന കോടാനുകോടി ദേവന്മാർ വിവരിക്കുന്നതായിരിക്കുന്നതായ ദുരാത്മാക്കൾ വിവരിക്കുന്നതായിരിക്കുന്നതായ ഈ ഭൂമിയിൽ എന്ത് ചെയ്യാണ്? ഒരു തോട്ടമുണ്ടാക്കി. ആദ്യത്തെ സഭ സാത്താൻ അവിടെ കയറാതിരിക്കേണ്ടതിന് വേണ്ടി ഒരു തോട്ടമുണ്ടാക്കി. അല്ലെങ്കിൽ എനിക്ക് നിന്ന് ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് പറയണമെന്നുണ്ട്. തോട്ടമുണ്ടാക്കിയിട്ട് ആ തോട്ടത്തിൽ ആദിമ മനുഷ്യനായിരിക്കുന്ന ആദാമിനെ കൊണ്ടയാക്കിയിട്ട് അവനൊരു കൽപ്പന നൽകി. ഹല്ലേലൂയ. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം നിനക്ക് തിന്നാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ വായിച്ചു നോക്കണം. ജീവന്റെ പുസ്തകത്തിലേക്ക് അവർ കൈനീട്ടി നിത്യതയിൽ പറിച്ച് നിത്യമായി ജീവിക്കുന്നു. മരണമില്ലാത്തതായിരിക്കുന്ന ആദാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ കൊണ്ടയാക്കി നിത്യായസിനാൽ അവിടെ കൊണ്ടയാക്കിയതായിരിക്കുന്ന ആദാമിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാണ്? അവന്റെ ഏകാന്ത നിമിത്തമായിട്ട് ഗാഠനിദ്ര വരുത്തി തക്കതായിരിക്കുന്ന തുണയെ അവന് കൊടുക്കുവാനിടയായി. രണ്ടിൽ ചേർന്നായിരിക്കുന്ന പുരുഷ ആദാമും ഔവായി ഒന്നായി തീരുമ്പോൾ അടുത്ത മനുഷ്യ സന്തതി ജനിക്കൂ. ഇന്ന് ആ പാരമ്പര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേഗം പോകട്ടെ. ദൈവത്തിന്റെ വാദമെടുങ്ങളിൽ യഹോവയായ ദൈവം തോട്ടത്തിൽ കൊണ്ടയാക്കിയിട്ട് കൽപ്പന കൊടുത്തു.
നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പ്രൈസ് ദി ലോർഡ് എന്നുള്ളതായിരിക്കുന്ന ആദ്യ കൽപ്പന, ആദ്യ വാണിംഗ് കൊടുത്തിട്ട് സർവശക്തനായ ദൈവം എന്തിയാണ് കരറിപ്പോയി. ദൈവസന്നിധിയിൽ അവിടം തൊട്ടെന്ന് പഠിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണുവാനിടയാകുന്നത്, സ്തോത്രം, ഹല്ലേലൂയ നമുക്കവിടെ കാണുവാനിടയാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ നിത്യവാസമായിരിക്കുന്ന നിത്യ സിയോനിലേക്ക് ദൈവം കരേറിപ്പോയി. പിന്നെ സായാഹ്ന വേളയിൽ ദൈവം ഇറങ്ങി വന്നുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. കുറെ കൂടെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ അവൻ മനുഷ്യരിലും ദേവാലയങ്ങളിൽ ഇറങ്ങി വന്നുകൊണ്ടിരുന്നു എന്ന് കാണുവാനിടയാകുന്നു. അങ്ങനെ വന്നപ്പോൾ അല്ലെ തോട്ടത്തിൽ എന്ത് ചെയ്യാണ്, മനുഷ്യന്റെ കാലച്ച കേൾക്കുന്നില്ല. യഹോവയായ ദൈവം വിളിച്ചു, ആദാം എന്ന് വിളിച്ചപ്പോൾ ആദാം എന്ത് ചെയ്യാണ്, അത്തില കൂട്ടി തുന്നി അടയാടയുണ്ടാക്കി ഉണങ്ങി കരിഞ്ഞ ഇരിക്കുന്ന അവസ്ഥയിൽ കടന്നു വന്നപ്പോൾ യഹോവയായ ദൈവം വിളിച്ച വിളിക്ക അപ്പാ പിതാവേ എന്നാ. ഹല്ലേലൂയ. ആദാം വിളിപ്പാൻ തുടങ്ങിയ വിളിയാണ് ഇന്ന് ഞങ്ങൾ പിതാവായ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവിന്റെയും പുത്രന്റെയും കാലദൈർഘ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം. പിതാവായ ദൈവത്തിന്റെ കാലദൈർഘ്യം അപ്പാ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ആദിമ ഭൂമിയിൽ ഇറങ്ങി വന്ന ഏദൻ പർദീസയിൽ പാപം ചെയ്തായിരിക്കുന്ന ആദാം വിളിച്ച വിളിയാണ് ഇന്നും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പിതാവ് എന്ത് ചെയ്യാണ്, നിഷ്കൺമിഷം കഴിഞ്ഞു, മനസാക്ഷി യുഗം കഴിഞ്ഞു, മാനുഷിക യുഗം കഴിഞ്ഞു, വാക്തത്വ യുഗം കഴിഞ്ഞു, ന്യായപ്രമാണ യുഗത്തിന്റെ അവസാന പിരീഡ് വരുന്നതിന് മുമ്പ് തന്നെ ഹല്ലേലൂയ വിശുദ്ധ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ, യഹൂദ ചരിത്രം പഠിക്കുമ്പോൾ 12 പ്രധാന പുരോഹിതന്മാർ യെരൂശലേം ദേവാലയത്തിൽ എന്ത് ചെയ്യാണ്, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 120 പുരോഹിതന്മാർ ഹല്ലേലൂയ ആലയത്തിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആലയത്തിന്റെ കവാടം തനിയെ തുറന്ന ഇടിച്ചടിച്ചെടുത്തതായിരിക്കുന്ന ഒലിവെണ്ണ ഒഴിച്ച നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുന്നതായ നിലവിളക്ക് തനിയെ അണഞ്ഞു. അതിനകത്തൊരു ശബ്ദം കേൾക്കുകയാണ്, നാം പുറപ്പെട്ടു പോകാം. അന്നുവരെ ആദാം മുതൽ വന്നും പോയിക്കൊണ്ടിരുന്നായിരിക്കുന്നതായ പിതാവാം ദൈവം അഥവാ ദൈവം ആത്മാവകന്ന് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചല്ലോ. അല്ലെ പിതാവായ ദൈവം കരേറിപ്പോയി. മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട്, മനുഷ്യൻ ദൈവത്തിൽ വകന്നത് കൊണ്ട് ദുഃഖിച്ചവനായ ദൈവം കരേറിപ്പോയി. ഹല്ലേലൂയ. എവിടുന്ന? യെരൂശലേം ദേവാലയത്തിൽ നിന്നും കരേറിപ്പോയി. 40 സംവത്സരം, 400 വർഷം ഭൂമി അന്ധകാരങ്ങൾ കൊണ്ട് നിറഞ്ഞു. അതാണ് പുതിയ നിയമത്തിന്റെയും പഴയ നിയമത്തിന്റെയും നടുക്കുള്ളതായിരിക്കുന്ന ഒരു പേജ്. 400 വർഷമാ എന്ന് പറഞ്ഞാൽ സൂര്യനില്ലെന്നല്ല, വെളിച്ചമില്ലെന്നല്ല, ചന്ദ്രനില്ലെന്നല്ല, ദൈവത്തിന്റെ സ്പർശനമില്ലായിരുന്നു. 400 വർഷം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയായിരിക്കുന്ന ആദാമിനെയും ഹവ്വായെയും എന്തിയാണ് തോട്ടത്തിൽ നിന്ന് പുറത്തെറിഞ്ഞു കളഞ്ഞു. 400 വർഷം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ കാലങ്ങൾ പലത് കഴിഞ്ഞു, കാലാകാലങ്ങൾ പലത് കഴിഞ്ഞു, സാമ്രാജ്യങ്ങൾ പലതുടലെടുത്ത് കടന്നു വന്നു. റോമ സാമ്രാജ്യത്തിന്റെ കീഴിൽ വന്നപ്പോൾ ഹല്ലേലൂയ അർത്തമിസ് മഹാദേവി ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് കാവ്യ ആരാധകർ അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവിടെ പ്രാർത്ഥന ഉരുവിടുവാൻ തുടങ്ങി. എന്താണ്? അസുധോമാം സഗമയാം തമസോമാൻ ജ്യോതിർഗമയാം മൃത്യോമാം അമൃതംഗമയാ. ദൈവമേ, ഈ അസത്യത്തിൽ നിന്നും ഞങ്ങളെ ആര് വിടുവിക്കും? ഈ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ ആര് വിടിക്കും? മൃത്യോമാ അമൃതംഗമയാ. തിന്നരുന്ന് പറഞ്ഞായിരിക്കുന്ന വൃക്ഷഫലം ഞങ്ങൾ ഭക്ഷിച്ചത് കൊണ്ട്, മരണം സാർവിത്ര്യമായിരിക്കുന്നത് കൊണ്ട്, ഈ മരണത്തിൽ നിന്നോ, ഈ നിത്യമരണത്തിൽ നിന്നോ ഞങ്ങളെ ആർ വിടുവിക്കും എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥന ഉയരങ്ങളിലേക്ക് ഉയർന്നപ്പോൾ സത്യനിത്യ ദൈവം പ്രൈസ് ദി ലോർഡ് നിന്നുകൊണ്ട്
ഹല്ലേലൂയ, നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സാന്നിധ്യത്തിലും സൗഭാഗ്യത്തിലും സൃഷ്ടിച്ചതായിരിക്കുന്ന മനുഷ്യവർഗത്തിന്റെ മാറ്റൊലിയുടെ ശബ്ദമാണിത് കേൾക്കുന്നത്. ആർ നമുക്ക് വേണ്ടി പോകുമെന്നതായിരിക്കുന്ന ശബ്ദത്തിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ ആരും അവിടെ ഇല്ലാതിരിക്കുമ്പോൾ അന്ന് പഴയ നിയമകാലത്ത് അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച് ഇറക്കിയവനായ അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്നതായ ലോകത്തിന്റെ കടികാരമായിരിക്കുന്ന യഹൂദൻ അഥവാ ഇസ്രായേൽ വാവട്ട നെഞ്ചത്ത് കയ്യ അടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു, അയ്യോ ഞങ്ങൾ അരിഷ്ട മനുഷ്യർ, ഈ അരിഷ്ട മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും ഞങ്ങളെ ആർ വിടുവിക്കും എന്നുള്ളതായിരിക്കുന്ന ശബ്ദത്തിന്റെ മധ്യത്തിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധിയിൽ പിതാവായ ദൈവം സാറാപ്പുകളുടെയും കെരൂബുകളുടെയും ദൂതന്മാരുടെയും പ്രൈസ് ദി ലോർഡ് മറ്റുള്ളതായിരിക്കുന്ന ആദർശ ജീവികളുടെയും മധ്യത്തിൽ നോക്കിയപ്പോൾ മനുഷ്യൻ ജഡരക്തങ്ങൾ കൂടെയുള്ളവനാകിയാൽ ഹല്ലേലൂയ അവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന അറിയാവുന്നതായ സർവശക്തനായ ദൈവം നോക്കിയപ്പോൾ മനുഷ്യന് വേണ്ടി മനുഷ്യൻ മരിച്ച രക്തം ചീന്തേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ രക്തമുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ സ്വർഗത്തില്ലാതിരുന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് പിതാവായ ദൈവം തത്വത്തിൽ ഏകത്വത്തിൽ പിതൃത്വമുള്ളവനായ സർവശക്തനായ ദൈവം വിളിച്ചു ചോദിച്ചു, ആർ നമുക്ക് വേണ്ടി പോകും? അങ്ങനെ ഇരിക്കവേ ആരെയും രക്തമുള്ളവരില്ല നോക്കിയപ്പോൾ സാറാപ്പിൽ രക്തമില്ല, കെരൂബുകളിന് രക്തമില്ല, ദൂതന്മാർക്ക് രക്തമില്ല, ഹല്ലേലൂയ മറ്റുള്ളതായ ആദർശ ജീവികൾക്ക് രക്തമില്ല. അപ്പോൾ ഹല്ലേലൂയ ഏകനായ പിതാവായ ദൈവം തന്നെ ഹല്ലേലൂയ മറിയത്തിൽ എന്തിയാണ് രക്തമുള്ളവനായി മനുഷ്യന് വേണ്ടി മനുഷ്യൻ മരിക്കേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ മരണത്താലല്ലാതെ ഈ നിത്യമരണത്തിൽ നിന്ന് അവന് വിടുതൽ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്നറിഞ്ഞവനായ സർവശക്തനായ ഏകനായ ദൈവം തന്നെ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അല്ല കന്യാ മറിയത്തിൽ ജനിച്ച കാലങ്ങളെ AD എന്നും BC എന്നും വിഭജിച്ചുകൊണ്ട് കാലിൽ തൊഴുത്തിൽ പിറന്നതായിരിക്കുന്ന പൈതൽ വളർന്ന ജ്ഞാനം നിറഞ്ഞ ആത്മാവിൽ ബലപ്പെട്ട 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ പരിശുദ്ധാത്മാവ അവനെ എന്ത് ചെയ്യാണ് മരുഭൂമിയിലേക്ക് നടത്തി. ഒന്നാമത്തതും ആദ്യത്തതും കാനാവിലെ കല്യാണം മുതൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ഹല്ലേലൂയ ദൈവമെന്ന ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി. കാൽവറി ക്രൂശിൽ ആദാമിക സന്തതിക്ക് വേണ്ടി ആദാമിക പാപത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ ഇനി ഭൂമിയിൽ അവസാനമായി ഏത് മനുഷ്യൻ ജനിക്കുവാൻ പോകുന്നുവോ ആ മനുഷ്യൻ അവസാനമായി ചെയ്യുവാൻ പോകുന്നതായ പാവക്കറകളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരെയും നമ്മിൽ ഒന്നാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു പരമയാഗമായി തീർന്നു. മരിച്ചടക്കപ്പെട്ടതായിരിക്കുന്ന യേശു ക്രിസ്തു 40 രാവും 40 പകലും ഈ ഭൂമിയിൽ ജീവിച്ചു. പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധിയിൽ തന്റെ ശിഷ്യന്മാർ കാണെ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഒരു അന്ത്യ കൽപ്പന കൊടുക്കുവാനിടയായി. അതാണ് ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന കാണുന്നത്. ഭൂലോകമൊക്കെ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പി വിശ്വസിക്കുന്നവരെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യരാക്കിക്കൊള്ളു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ പ്രൈസ് ദി ലോർഡ് കോട്ടയം നോർത്ത് സെൻട്രലായിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് സാമ്പാസ് ഉണ്ടല്ലോ, സാമ്പാസ് അറിയാവോ? സാമ്പാറക്കാട്ടിൽ അറിയാൻ തുടങ്ങി കൈപൊക്കിയാട്ടെ. പ്രൈസ് ദി ലോർഡ് സാമ്പാറക്കാട്ടിൽ പ്രൈസ് ദി ലോർഡ് അറിയാവുന്ന യുവാസന്മാരെങ്കിലും ഉണ്ടോ? പാപ്പാസ് ഒന്നും അറിയാൻ പറ്റും തോന്നുന്നു. അറിയോ? അറിയാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. തന്റെ പിതാവ് ഞങ്ങളുടെ അമ്പലത്തിന്റെ വാതിക്കൽ പാമശ്ശേരി ദേവീക്ഷേത്രം വേളൂർ അതിന്റെ ആളായിരുന്നു ഞാൻ. ചെറുപ്പം മുതല എന്നും വന്ന് ഞങ്ങളുടെ അമ്പലത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ് പ്രസംഗിക്കുക. ഹല്ലേലൂയ പരസ്യയോഗമാ. ആ ആത്മാവ തന്റെ ആ മകന് കിട്ടിയത് ഇന്നും പരസ്യയോഗമാ. ആയിരക്കണക്കിന് പ്രൈസ് ദി ലോർഡ് ആ പരസ്യങ്ങൾ നടത്തുന്നത്. എനിക്കങ്ങോട്ട് അരിശം കയറിയടാ ഞങ്ങളുടെ അമ്പലത്തിന്റെ വാതിക്കലാണ് നീ കടന്നു വന്ന എന്നും വന്ന് നീ സുവിശേഷ പ്രസംഗം പോരാ
എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ ഇങ്ങോട്ട് പിടിച്ചു മേടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊരു കാലുമടക്കി അടിച്ച് ദൂരെ കളഞ്ഞു. ഇനി മേലാൽ സ്തോത്രം, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അവിടെ തുടങ്ങി പുള്ളി അങ്ങ് പ്രാർത്ഥിച്ചു. വെളിയിൽ 2 കത്തിയും വെച്ചുകൊണ്ട് മാമമ്മാബിളഹാലിന്റെ വാതിൽ ഡോക്ടറും മുരളീധരൻ പ്രസംഗിക്കുമ്പോൾ തന്നെ ഇരുത്തിക്കൊണ്ട് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞ ഓർക്കുന്നുണ്ടല്ലോ. 119 കൺവെൻഷന് പലരും കേട്ടിട്ടുണ്ട്. പ്രൈസലോ, തന്നെ ഇരുത്തിക്കൊണ്ട് സാക്ഷ്യം പറയുവാനിടയായി. ഹല്ലേലൂയ. അന്ന് വിശുദ്ധ തിരുവചനമെടുത്ത് 1983 എടുത്തെന്തിയാണ് തലയിൽ വെച്ചൊറ്റ വാക്കുകൾ അറിയാവുള്ളൂ. തന്റെ ഏകജാത പുത്രനിൽ. അതാണല്ലേ സുവിശേഷ വേലയുടെ ആരംഭം. അത് ഇന്നുവരെയും നിന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വാക്യം ഇത് ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രികാലം ആരുണ്ട്? സുവിശേഷം പറയാതെ നീ ഒരു വിശ്വാസിയായിരിക്കുവാൻ പാടില്ല. സുവിശേഷം പറയാതെ നീ ഒരു സുവിശേഷകനായിരിക്കുവാൻ പാടില്ല. സുവിശേഷം പറയാതെ നീ ഒരു പാസ്റ്ററായിരിക്കാൻ പാടില്ല. നീ ഒരു പ്രവാചകനായിരിക്കാൻ പാടില്ല. നീ ഒരു ഉപദേഷ്ടാവായി ഇരിക്കാൻ പാടില്ല. നീ ഒരു ഇടയനായി ഇരിക്കാൻ പാടില്ല. കർത്താവ് തന്റെ അന്ത്യ കൽപ്പന പറഞ്ഞു. ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി. വാണിംഗ് കൊടുത്തിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, തന്റെ ശിഷ്യന്മാരെല്ലാം നോക്കി നിൽക്കുക. അപ്പോൾ ദൂതന്മാർ വന്ന് പറയുകയാണെങ്കിൽ, ആ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും നിങ്ങളെ ചേർക്കുവാൻ മടങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ തങ്ങളുടെ കരങ്ങൾ ഉയർത്തിയുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശു എന്തിയാണ് ഒരുമലയിരിക്കുമ്പോൾ ശിഷ്യന്മാരില്ല. യേശു തന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞു, ഞാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. അന്നേരം പറഞ്ഞു, യേശുവേ നീ ഗുരു, നീ എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ വരുന്നു. യേശു പറഞ്ഞ, ഞാൻ പോകുന്നിടത്ത് ഇപ്പോൾ നിങ്ങൾ വരത്തില്ല, പിന്നത്തേതിൽ നിങ്ങൾ വരും. അവർക്കത് മനസ്സിലായില്ല എന്താണെന്ന്. യേശു പറഞ്ഞത്, ഞാൻ മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് എന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നത് പോലെ തന്നെ നിങ്ങളെ രക്തം സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മരിച്ച പിന്നത്തേത് ഈ മരണം കഴിയുമ്പോൾ തേജസ്സിന്റെ ശരീരം പ്രാപിച്ച് എന്നോടുകൂടെ നിങ്ങളുമായിരിക്കുമെന്ന് യേശു പറഞ്ഞു. അപ്പോൾ അവൻ ഒലിമലയിരിക്കുമ്പോൾ ശിഷ്യന്മാർ കടന്നു ചെന്നിട്ട് യേശുവിനോട് ചോദിച്ചല്ലോ, അങ്ങനെയെങ്കിൽ ഗുരു, അങ്ങയുടെ വരവ് ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ചോദിക്കാനിടയായി. യേശു പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും മതം മതത്തോടും രാഷ്ട്രം രാഷ്ട്രത്തോടും അപ്പൻ മക്കളോടും മക്കൾ അപ്പനോടും. ഹല്ലേലൂയ. ആകാശത്തിലെ അടയാളങ്ങൾ, ഭൂമിയുടെ അത്ഭുതങ്ങൾ കാണുമ്പോൾ, ഭൂമി പൊടുപട പൊട്ടുമ്പോൾ, ഭൂമി കുടികിട കീറുമ്പോൾ, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുമ്പോൾ, കാവൽമാലം പോലെ ആടുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഈറ്റുനോവാണ്. അതിന്റെ പൂർണ്ണതയിലേക്ക് അത് കടന്നു വരുവാൻ പോകുകയാണ്. പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ പോകുകയാണ്. അത് ഓർക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളി, എന്റെ വരവടുത്തിരിക്കുന്നു. ഈ ലോകം ഇങ്ങനെ അധികം നാൾ മുൻപോട്ട് കടന്നു പോകത്തില്ല. വിശുദ്ധ വെളിപ്പാട് പുസ്തകം പ്രൈസ് ദി ലോർഡ് അവസാനം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ടൈഗ്രിസ്, യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുകയും. എന്തിനഴിച്ചുവിടണം? ഒരു മഹായുദ്ധത്തിനു വേണ്ടി. ആ യുദ്ധം ചെയ്യുന്നതായിരിക്കുന്നതായ പ്രൈസ് ദി ലോർഡ്, യുദ്ധം ചെയ്യുവാൻ പോകുന്നതായിരിക്കുന്ന സംഖ്യയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10,000, 20,000 മടങ്ങ്, 20 കോടി പട്ടാളക്കാരാണ് യൂഫ്രട്ടീസ് നദീ തീരത്തിൽ നിന്നും അന്ത്യകാല യുദ്ധത്തിന് കടന്നു വരുന്നുവെന്ന് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ അവർ യുദ്ധം ചെയ്യുന്നതായിരിക്കുന്നതായ യുദ്ധക്കോപ്പുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. തീയും പുകയും ഗന്ധകവും, തീയും പുകയും ഗന്ധവും ഉപയോഗിച്ച് അന്നാളിൽ യുദ്ധം ചെയ്യുമെന്ന്. പ്രൈസ് അമ്പും വില്ലും വാളും കുന്തവും ശൂലവും പരിചയം ഉപയോഗിച്ച് ശിലായുഗത്തിൽ യുദ്ധം ചെയ്തായിരിക്കുന്നതായ ഒന്നാം നൂറ്റാണ്ടിൽ യോഹന്നാൻ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചു. അന്ത്യകാലത്ത് എന്തിയാണ്? തീയും പുകയും ഗന്ധകവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, എനിക്ക് അവിടെ നിന്ന് അനേക കാര്യങ്ങൾ ഓർപ്പിപ്പാനുണ്ട്. ഈ ഭൂമി എപ്പോൾ വായിക്കുന്ന 10,000 കണക്കിന് ഭൂമിയെ ചുട്ട് കരിച്ച് വെന്ത് വെണ്ണീറാക്കി കത്തിച്ച് ചാമ്പലാക്കി കളയുവാനായിരിക്കുന്ന
യുദ്ധോപകരണങ്ങൾ ലോകരാഷ്ട്രങ്ങൾ എന്ത് ചെയ്യാണ്? കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഇരിക്കുന്ന യുദ്ധോപകരണങ്ങള് അല്ലേലിയ ഈ ഭൂമിയിൽ ധരിക്കുന്ന മനുഷ്യന് അല്ലേലിയ വേർതിരിച്ചാൽ എനിക്ക് നിനക്കും കിട്ടുവാൻ പോകുന്നത് 16 TNT ടണ്ണാണ്. ഹിരോഷിമ നാഗസാക്കിയിൽ 12 കിലോ ടൺ ബോംബ് വീണ് പൊട്ടിയപ്പോൾ 62,000 മനുഷ്യരെന്ത്യ കെട്ടിടങ്ങൾ തകർന്ന് തെരിപ്പണമായി. അല്ലെങ്കിൽ 78,000 മനുഷ്യർ വെന്തുവെണ്ണീറായി തീരുവാനിടയായി. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നില്ല. ഇന്നുണ്ടാക്കുന്ന ബോംബുകൾ മെഗാടൺ ബോംബുകളാണ്. എന്ന് പറഞ്ഞാൽ മില്യൺ ടൺ, 100 ദശലക്ഷം ടൺ ബോംബുകളാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് അല്ലെ വിമാനത്തിൽ കൊണ്ടുപോയി ബോംബിടുവാൻ വൈമാനിയർ ആവശ്യമില്ല. കുതിച്ചു പൊങ്ങി ലക്ഷ്യസ്ഥാനത്തെടുതായിരിക്കുന്നതായ കൂട്ടം മിസൈലുകൾ 40 മിനിറ്റുകൾ കൊണ്ട് കേരളത്തിലോ ബോംബെയിലോ ബീച്ചിങ്ങിലോ മോസ്കോയിലോ ലോസ് ആഞ്ചലസിലോ എവിടെയും ഡൽഹിയിലോ ഹല്ലേലൂയ ഭൂഖണ്ഡാന്തര മിസൈലിലോ ബോംബിട്ട് തകർക്കേണ്ടതിന് വേണ്ടി 40 മിനിറ്റ് കൊണ്ട് ഹല്ലേലൂയ ഈ ഭൂമിയെ കത്തിച്ച ചാമ്പലാക്കി കളയുവാനിടയാകും. എന്നാൽ ഇതിനെ കണ്ടുകൊണ്ട് അവസാന ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരിക. ഒത്തിരി ഭാഗം വിട്ടു. അവസാന ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരികയാ. ഇതിനെ കണ്ടുകൊണ്ട് മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യം കൂടി വായിച്ച് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. അവിടെ അറിയാം ഈ ഭൂമിയിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ ശിഷ്ടഗണം ദൈവസഭ എങ്ങനെയായിരിക്കുമെന്ന്. സമയമായല്ലോ, പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും കാലടിയാകും. വരുവാനുള്ള ദിവസമോ വേരും കൊമ്പും ശേഷിക്കാതെ വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വെള്ളത്താലുള്ള സ്നാനം, ആത്മാവിനാലുള്ള സ്നാനം, തീയാലുള്ള സ്നാനം. 3 ദിവസം 1.5 മണിക്കൂർ പ്രസംഗിച്ചത് ഫ്ലാഷ് TV കിടപ്പുണ്ട് ഞാലിയാകുഴി ഞങ്ങളുടെ കോഴ്സൈഡിൽ. 3 ദിവസവും അടിച്ചാൽ കാണാം. വെള്ളത്താലുള്ള സ്നാനം, തീയാലുള്ള സ്നാനം, ആത്മാവിനാലുള്ള സ്നാനം. ഇവിടെ പ്രവാചകനായിരിക്കുന്നതായ മലാക്കി മുന്നമേ എഴുതപ്പെട്ട ചരിത്രമായിരിക്കുന്ന പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ദിവസമോ വേരും കൊമ്പും ശേഷിക്കാതെ വരും. നോഗയുടെ കാലശേഷം അവിടെ തലമുറകളാണ് ഈ ഭൂമിയിലാണ് സുവിശേഷം ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. അരാറത്ത് പർവ്വതത്തിൽ നിന്നോ ലോക ഇറങ്ങി കഴിഞ്ഞപ്പോൾ, യഹോവയായ ദൈവം യാഗം കഴിച്ചപ്പോൾ, യഹോവയായ ദൈവം ഇറങ്ങി വന്നപ്പോൾ ലോക എന്തിയാണ്? ദൈവത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിടാതെ വണ്ണം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവമേ, ഈ ഭൂമിയിൽ ഇനി എന്തിയാണ് വെള്ളം കൊണ്ട് നശിപ്പിക്കരുത്. യഹോവയായ ദൈവം നോഹയോട് പറഞ്ഞു, നോക്കി നീ ഒന്ന് നോക്കിയാട്ടെ. ആ കാണുന്നതായിരിക്കുന്ന മഴവില്ലുണ്ടല്ലോ, 7 കളറിനാൽ അലങ്കൃതമായിരിക്കുന്ന ആ മഴവില്ല് കാണുമ്പോൾ ഓർത്തുകൊള്ളണം, നീയും നിന്റെ തലമുറകളും ഓർത്തുകൊള്ളണം, ഞാൻ ഭൂമിയെ ഇനി ഇതുപോലെ നശിപ്പിക്കത്തില്ല. ഭൂമിയുടെ ലോകയുടെ കാലശേഷം എന്ത് ചെയ്യാണ്? 8 പേർ വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ ഈ ഭൂതലങ്ങളിലല്ല. ഹല്ലേലൂയ. പൈശാചികന്റെ ഹല്ലേലൂയ അനേകർ അഥവാ ദുഷ്ടന്റെ സന്തതിയായിരിക്കുന്ന കായിന്റെ സന്തതികളിൽ ഹല്ലേലൂയ കോടാനുകോടി ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ മധ്യത്തിൽ ദൈവത്തിലൊരു ശിഷ്ടഗണമുണ്ടോ? ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ദൈവത്തിലൊരു ശിഷ്ടഗണമുണ്ടോ? അത് ദൈവസഭയാകുന്ന ജാതിയ. പുരാതനകാല ഭൂമിയിൽ ഒരു ജാതിയുണ്ട്, പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ഒരു ജാതിയുണ്ട്. 22-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു ജാതിയുണ്ട്. അതിനകത്ത് ഈ ഭൂമിയിൽ എന്തിയാണ്? 100 കണക്കിന് ജാതി. എനിക്ക് പാടാൻ തോന്നും, ജാതിപ്പേര് പറഞ്ഞ് ഞാൻ പാടുന്നില്ല. എന്നാൽ ദൈവത്തിലോ ഇതിന്റെ മഹത്വത്തിൽ ഒരു ശിഷ്ടഗണമുണ്ട്. അതൊരു ജാതിയാ. ആ ജാതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഭാഷയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നോ ജാതിയിൽ നിന്നോ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ആ ജാതിയെ കുറിച്ച് ദൈവം പറഞ്ഞ യഹോവ ദൈവമോ വിശുദ്ധ ജാതിന.
ഹല്ലേലൂയ. പ്രവാചകന്റെ സന്ദേശം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നതിന് മുമ്പ്, മൂന്നാം ലോക മഹായുദ്ധം കടന്നു വരുന്നതിന് മുമ്പ് ദൈവസഭ എന്ത് ചെയ്യാണ്? ഈ ഭൂമിയിൽ നിന്ന് ഉയരുവാൻ പോകുകയാണ്. പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? എന്നാലോ വാപ്പസ് മറിച്ചോ? എന്നാലോ വാപ്പസ് വിടുന്നതല്ല. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. ഇന്ന് സുവിശേഷത്തെ മറുതലിക്കുന്ന, രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്തതായ ഹല്ലേലൂയ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ കിടക്കുന്നതായ, നരകത്തിലേക്ക് പോകുന്നതായ വ്യക്തി ജീവിതമേ, വിശുദ്ധ തിരുവചനം പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് സകല അഹങ്കാരികളും സകല ഭാവികളും രക്ഷിക്കപ്പെടാത്തവരും കത്തി വെണ്ണീറായി ചാമ്പലായി പോകുമ്പോൾ വിശുദ്ധ തിരുവചനം പറയും, എന്നാലോ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. കണ്ണുകളടയ്ക്ക. നമ്മളെ ചേർക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുവാൻ കാലം ഏറ്റവും ആസന്നമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽക്കുക. ജീവനോട് ശേഷിക്കുന്ന ഇവിടെ ഇരിക്കുന്ന പലരും രൂപാന്തരം പ്രാപിച്ച ഹല്ലേലൂയ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. നിത്യതയുടെ ആരംഭത്തിനായി പുതിയ ആകാശത്തിലെ പുതിയ ഭൂമിയിൽ 1000 കോടി കെരൂബുകളുമായി, സറാഫുകളുമായി, ദൂതന്മാരുമായി ഹല്ലേലൂയ വിശുദ്ധന്മാർ കടന്നീ ഭൂമിയിൽ പാർത്ത് നിത്യത ആരംഭിക്കുവാൻ പോകുക. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ടിന്റെ, ഒരു പ്രത്യാശ ഗാനത്തിന്റെ പല്ലവികൾ പാടി പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പോയവർ പോകട്ടെ, നിൽക്കുന്നവർ നിൽക്കട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം പ്രൈസ് ദി ലോർഡ്. സമയം ഞാൻ പറഞ്ഞതിൽ 5 മിനിറ്റ് കൂടുതലോട് എടുത്തിട്ടുള്ള ദൈവസനിൽ ഒരു പാട്ടിന്റെ പല്ലവികൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ ഞാൻ തന്നെ തുടങ്ങിയേക്കാം. കർത്താവൂതൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂതൻ ശബ്ദത്തോടും കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. കുഞ്ഞാട്ടിൻ കല്യാണമായ ദിനത്തിൽ തന്നെ പാർവയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണമായ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന, മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാം അവൾക്ക്, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാം അവൾക്ക്. കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ ശബ്ദത്തോടും, കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ,
കരങ്ങളെ ദൈവത്തിന് വണക്കാം. ഇന്ന് രാത്രിയുടെ നിമിഷം ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ദൈവദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കപ്പെടുവാൻ കഴിഞ്ഞു. കേട്ടത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരുവാൻ നമ്മെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാവുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ നിന്റെ സകല രഹസ്യങ്ങളെ അവൻ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്ന ദൈവമാണ്. ആ ദൈവത്തെ കുറിച്ച് ഇന്ന് രാത്രികാലം നമുക്ക് കേൾക്കപ്പെടുവാൻ കഴിഞ്ഞല്ലോ. ഹല്ലേലൂയ. തലപ്പാടി ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡിന്റെ ആ പ്രസിഡന്റ് ആയിരിക്കും കർത്താവദാസൻ ഫസ്റ്റ് എം പി ചാക്കോ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. Praise the Lord, praise the Lord. നിൽക്കുന്ന സകല ദൈവജനം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ആമേൻ. നിങ്ങൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് ഈ 230ാമത്തെ ആമേൻ ഈ മഹാ കൺവെൻഷൻ GMI ക്രൂസൈഡിന്റെ ആമേൻ ഇന്ന് രാത്രി ഡയറക്ടർ ഹല്ലേലൂയ കർത്താവിന്റെ ദാസനെ ദൈവശക്തമായി നമ്മുടെ നടുവിൽ ഉപയോഗിപ്പാ ഈ ദേശത്തോട് സംസാരിപ്പാ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തന്റെ കരങ്ങളിൽ വഹിച്ചതോർത്ത് നന്ദിയോട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്ന കർത്താവേ. ഇതുവരെ ദൈവജനം പ്രസ്താവിച്ച സ്തുതിയോടെ കേട്ട സകലരെ ഇന്ന് രാത്രി സ്വർഗം അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യേകമായി നിന്റെ മക്കളെ നൽകി തന്ന സ്തോത്ര വഴിപാടിനായി സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, സമൃദ്ധിയാൽ നിറയ്ക്കണമേ. ഈ ശുശ്രൂഷ കഴിയുമ്പോ കർത്താവ് ഒരു കുറവും വരാതെ അത് അനുഗ്രഹമായി തീരുക, ദേശത്ത് ഒരു സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണമേ. കർത്താവേ ലീഡിയുടെ ദൈവദാസനായി പാട്ടുപാടി എല്ലാവർക്കുമായി കർത്താവെ സകല ശുശ്രൂഷകൾ ഭാഗവാക്കായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന യോഗത്തിനായി പ്രാർത്ഥിക്കുന്നു. ആദ്യോടെ തിരുസാന്നിധ്യം കൊണ്ടിരിക്കണം. ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാത്രിയേക ദൈവത്തിന് അനുഗ്രഹ ആശീർവാദങ്ങൾ ഇപ്പോഴും എപ്പോഴും അവിടുത്തെ വരവരെ ഈ കാലാവസാനത്തോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ.